നമസ്കാരം, ഋഷിപ്രക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമുക്ക് കൊല്ലവർഷം 1201 ആണ്ട് എല്ലാവർക്കും എങ്ങനെ ഉണ്ടാകും എന്നുള്ള വിഷയത്തിലേക്ക് കടക്കാം. 1200 കർക്കിടക മാസം 31 രാത്രി, അതായത് 2025 ഓഗസ്റ്റ് 16 ശനിയാഴ്ച രാത്രി 1:52 സൂര്യൻ ചിങ്ങം രാശിയിലേക്ക് സംക്രമിക്കുകയാണ്. അതോടുകൂടി കൊല്ലവർഷം 1201 പിറക്കുകയാണ്. പിറ്റേ പ്രഭാതമായിട്ടുള്ള ഓഗസ്റ്റ് 17 ഞായറാഴ്ച 1201 ആരംഭിക്കുകയാണ്. കൊല്ലവർഷം 1201 ശനി മീനം രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശനിക്ക് രാശിമാറ്റമില്ല. എന്നാൽ വ്യാഴമാകട്ടെ മിഥുനം, കർക്കിടകം രാശികളിലായിട്ട് മാറി മാറി സഞ്ചരിക്കുന്ന വർഷമാണ്. അതേപോലെ തന്നെ രാഹു കുംഭം രാശിയിലും കേതു ചിങ്ങം രാശിയിലുമാണ്. രാഹുകേതുക്കൾക്ക് ഈ വർഷം രാശിമാറ്റമില്ല. ശനിയും വ്യാഴവും ഒക്കെ വക്രഗതിയിൽ വരുന്നുണ്ട്. വ്യാഴത്തിന്റെ ഉച്ചരാശിയാണ് കർക്കിടകം രാശി. ചന്ദ്രവർഷത്തിലെ 39, 40 വർഷങ്ങളായിട്ടുള്ള വിശ്വാസു, പരാഭവം എന്നീ വർഷങ്ങളാണ് കൊല്ലവർഷം 1201 വരുന്നത്. കൊല്ലവർഷം 1201 2 ചന്ദ്രഗ്രഹണങ്ങളുണ്ട്. കൂടാതെ ഒരു സൂര്യഗ്രഹണവും സംഭവിക്കുന്നുണ്ട്. എന്നിരുന്നാലും ചിങ്ങമാസം 22 അതായത് സെപ്റ്റംബർ മാസം 7 സംഭവിക്കുന്ന ചന്ദ്രഗ്രഹണമാണ് പൂർണ്ണമായിട്ടുള്ളത്. അത് ചതയ നക്ഷത്രത്തിലാണ് സംഭവിക്കുന്നത്. ആ വിഷയങ്ങൾ നമുക്ക് പിന്നീട് ഒരു വീഡിയോയിൽ ചെയ്യാം. മേടം മുതൽ മീനം വരെ വ്യാപിച്ചു കിടക്കുന്ന 12 രാശികളിൽ വരുന്ന 27 നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ പൊതുവർഷ നക്ഷത്ര ഫലത്തെയാണ് പറഞ്ഞു വരുന്നത്. നമുക്ക് ഓരോരോ നക്ഷത്രക്കാരുടെ പ്രത്യേകമായിട്ടുള്ള ഫലങ്ങളെയാണ് പറയുന്നത്. ആദ്യം നമുക്ക് അശ്വിനി നക്ഷത്രക്കാരുടെ ഫലത്തെ പറഞ്ഞു പോകാം. പ്രാജ്ഞോ ധൃതിമാൻ ദക്ഷ സ്വതന്ത്രശീല കുലാദികോ മാനി പ്രാദുർജ്യേഷ്ഠ സുഭഗോ ജനപ്രിയശ്ച അശ്വാനി ജായത എന്നാണ്. അതായത് അശ്വതി നക്ഷത്രത്തിൽ ജനിക്കുന്നവർ വിദ്വാൻമാരായും ബുദ്ധിയും സാമർഥ്യവും സ്വതന്ത്രശീലത്വവും ഒക്കെ ഉള്ളവരായും ഭവിക്കുമെന്നാണ്. കൂടാതെ കുലശ്രേഷ്ഠരായിട്ടും അഭിമാനികളായിട്ടും ജ്യേഷ്ഠ ഭ്രാതാവായിട്ടും, അതായത് സീമന്ത്രപുത്രരായിട്ടും, അതായത് ആ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന വ്യക്തി ആകാം, മൂത്ത പുത്രനാകാം എന്നാണ്. അതല്ലാത്ത പക്ഷം ആ കുടുംബത്തിൽ മൂത്ത പുത്രനുള്ള ഒരു സ്ഥാനം എല്ലാവരാലും ലഭിക്കപ്പെടുമെന്നാണ്. കൂടാതെ സുന്ദരനായും ജനങ്ങൾക്ക് ഇഷ്ടമുള്ളയാളായിട്ടും ഭവിക്കും. ഇത് ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള അല്പമാത്രമായിട്ടുള്ള ഫലമാണ്. അശ്വതി നക്ഷത്രക്കാരുടെ കൂടുതൽ വിശദമായിട്ടുള്ള സമ്പൂർണ്ണ ഫലങ്ങളെ 2 വീഡിയോകളിലായിട്ട് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർ കാണുക. അശ്വതി നക്ഷത്രം അറിയേണ്ടതെല്ലാം എന്നുള്ള എന്റെ വീഡിയോ കാണുക. ഇനി നമുക്ക് അശ്വതി നക്ഷത്രക്കാരുടെ കൊല്ലവർഷം 1201 എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. അശ്വതി നക്ഷത്രക്കാർക്ക് വ്യാഴം 3-ാം ഭാവത്തിലാണ് വരുന്നത്. ശനിയാട്ടെ 12-ലും, വ്യാഴം 4-ാം ഭാവത്തിലും ഇടയ്ക്ക് വരുന്നുണ്ട്. രാഹു 11-ലും കേതു 5-ലുമായിട്ടാണ് ഈ വർഷത്തെ ഗ്രഹസ്ഥിതി. അതുകൊണ്ട് തന്നെ അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് മുൻ വർഷത്തെ പകുതിക്ക് ശേഷമുള്ള ഫലങ്ങൾ തന്നെ ഏകദേശം ഒക്കെ ആവർത്തിക്കാം. നിലവിലുള്ള തൊഴിൽ, പദവികൾ, അനുഭവങ്ങൾ ഇവയൊക്കെ തന്നെ ഏകദേശം അതേപോലെ തന്നെ തുടർന്നും ഉണ്ടാകാം. പുതിയ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവർക്ക് പുതിയ തൊഴിൽ ലഭിച്ചാലും പ്രതീക്ഷിക്കുന്ന അത്ര ഗുണാനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല. 10-ാം ഭാവാധിപൻ ശനിയാണ് 12 നിൽക്കുന്നത്. വിദേശ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് അതിന് സാധിച്ചേക്കാം. പുതിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കാം. എന്നാൽ മുടക്കുമുതലൊക്കെ തിരികെ കെട്ടാൻ അല്പം താമസം ഉണ്ടാകാം. വസ്തു, വീട് എന്നിവയിലൊക്കെ തർക്കങ്ങൾ ഉണ്ടായിരിക്കുന്നവർക്ക് അതൊക്കെ പരിഹരിക്കാനുള്ള സമയങ്ങൾ അനുകൂലമാകുന്നതാണ്. കൂടാതെ കുടുംബപരമായിട്ടും തർക്കങ്ങളും സ്വൈരക്കേടും ഒക്കെ ഉണ്ടായിരുന്നവർക്കും അതും പരിഹാരമുണ്ടാകുന്ന സമയമാണ്. വിവാഹ കാര്യങ്ങളിലൊക്കെ യുവാക്കൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. എന്നാൽ അശ്വതി നക്ഷത്രക്കാരായിട്ടുള്ള യുവാക്കൾക്ക് വിവാഹ കാര്യത്തിൽ ചിലർക്കെങ്കിലും വിഘ്നങ്ങളും ഉണ്ടായേക്കാം. 7ര ശനിക്കാലമാണ്. പല കാര്യങ്ങളും ഇഴഞ്ഞു നീങ്ങുന്ന അനുഭവം ഉണ്ടാകാം. എന്നാൽ സാമ്പത്തികമായി സംതൃപ്തി ഉണ്ടാകുന്ന വർഷം കൂടിയാണ്. ചിട്ടി, ഇൻഷുറൻസ്, നറുക്കെടുപ്പ് ഇത്യാദികളിലൂടെ ധനാഗമം ഉണ്ടാകാനുള്ള സാധ്യതകളും പറയേണ്ടിയിരിക്കുന്നു. വിദ്യാർത്ഥികളായിട്ടുള്ള അശ്വതി നക്ഷത്രക്കാർ 5-ാം ഭാവത്തിൽ കേതു നിൽക്കുന്നത് കൊണ്ട് തന്നെ വിദ്യാഭ്യാസ കാര്യത്തിൽ ഉഴപ്പ് കാണിക്കാതിരിക്കുക, കൂടുതലായി പ്രയത്നിക്കുക. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർ എന്തെല്ലാം ഫലങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലം. നമുക്ക് വീഡിയോയിലേക്ക് നേരിട്ട് കിടക്കാം. ശാന്താത്മ ചലചിത്ത സ്ത്രീലോല സത്യവാക് സുഖി മാനി ധീരോ മിത്ര സഹായോ ദീർഘായു സ്വൽപപുത്രവാൻ യാമ്യേ എന്നാണ്. അതായത് ഭരണി നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ശാന്തചിത്തരായിട്ടും ചഞ്ചല മനസ്സുള്ളവരായിട്ടും സ്ത്രീകളിൽ ആസക്തിയുള്ളവരായിട്ടും സത്യം പറയുന്നതായിട്ടും സുഖവും അഭിമാനവും ധീരതയും
ബന്ധുസഹായവും ദീർഘായുസ്സും ഉള്ളവരായിട്ടും ഭവിക്കുമെന്നാണ്. കൂടാതെ പുത്രന്മാർ കുറഞ്ഞിരിക്കുമെന്നും പറയുന്നുണ്ട്. സന്താന ഭാഗ്യമൊക്കെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇരുവരുടെയും യോഗത്തെ ഒന്നിച്ചാണ് കാണേണ്ടത്. ഇനി നമുക്ക് ഭരണി നക്ഷത്രക്കാർക്ക് കൊല്ലവർഷം 1201 എന്തെല്ലാം ഫലങ്ങൾ ഉണ്ടാകും എന്നുള്ള സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്ര ഫലത്തിലേക്ക് കടക്കാം. ഭരണി നക്ഷത്രക്കാർക്ക് വ്യാഴം 3-ലും ശനി 12-ലും രാഹു 11-ലും കേതു 5-ലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. വ്യാഴം 4-ലേക്കും ഇടയ്ക്ക് സഞ്ചരിക്കുന്നുണ്ട്. വ്യാഴത്തിനും ശനിക്കുമൊക്കെ വക്രാവസ്ഥയുണ്ടാകും. 7 ശനിക്കാലമാണ്. തൊഴിൽ പരമായിട്ടുള്ള കാര്യങ്ങളിൽ പഴയ സ്ഥിതി അതേപോലെ തുടരാനോ അല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ ചെറിയ കുറവുകളൊക്കെ ഉണ്ടാകാനോ സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. വിദേശ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് ജോലി കിട്ടാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. വലിയ പരിവർത്തനങ്ങൾക്ക് പുതുവർഷം ഭരണി നക്ഷത്രക്കാർക്ക് സാധ്യത കുറവാണ്. മനഃപൂർവ്വം വളരെയധികം മാറ്റങ്ങൾ വരുത്താനോ പുതിയ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടാനോ റിസ്ക് എടുക്കാനോ പോകാതിരിക്കുക. അത് വലിയ ദോഷങ്ങൾക്ക് സാഹചര്യം ഒരുക്കിയേക്കാം. രാഹു 11-ലുണ്ട്. ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഉന്നതി ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. നല്ലതല്ലാത്ത മാർഗങ്ങളിലൂടെ ധനാഗമം ഉണ്ടാകാനും സാഹചര്യമുണ്ട്. മൂല്യങ്ങളിലൊക്കെ വിശ്വാസം കുറയുന്ന അവസ്ഥ ഉണ്ടായേക്കാം. ഭോഗസുഖങ്ങളിൽ താല്പര്യവും ലഭ്യതയും ഉണ്ടാകാം. പുതിയ തൊഴിൽ ലഭിക്കുന്നതിനും എന്നാൽ അത് ദൂരസ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കുന്നതിനും ഒക്കെ സാഹചര്യമുണ്ട്. അല്ലാത്ത പക്ഷം അർഹതയ്ക്ക് അനുസരിച്ചല്ലാത്ത എന്തെങ്കിലും കുറവുകളുള്ള തൊഴിൽ ലാഭവും ഉണ്ടാകാം. അന്യദേശത്ത് കഴിയേണ്ട സാഹചര്യങ്ങളും വരാം. പ്രൈവറ്റ് വിഭാഗങ്ങളിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് അധികാരം കൈവരുന്നതാണ്. പുതിയ പദവികളും അങ്ങനെയുള്ളവരെ തേടിയെത്തിയേക്കാം. കടബാധ്യതയൊക്കെ പരിഹരിക്കുന്നതിനായിട്ട് കിണഞ്ഞു പരിശ്രമിക്കേണ്ട സാഹചര്യങ്ങൾ വന്നേക്കാം. ആരോഗ്യകാര്യത്തിൽ ഭരണി നക്ഷത്രക്കാർ ഈ പുതുവർഷത്തിൽ കാര്യമായിട്ടുള്ള ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. വിദ്യാർത്ഥികളായിട്ടുള്ള ഭരണി നക്ഷത്രക്കാർ വിദ്യാഭ്യാസ കാര്യത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാനും ഉഴപ്പു വരാതെയും ശ്രദ്ധിക്കേണ്ടതാണ്. 7 ശനിക്കാലമാണ്. മനസ്സിനെ പാകപ്പെടുത്തി നല്ല ഒരു വ്യക്തിത്വം രൂപപ്പെടുത്തിയെടുക്കാൻ ഈ കാലം ഉപയോഗിക്കാവുന്നതാണ്. കാർത്തിക നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലത്തെ പറയാം. വീഡിയോയിലേക്ക് നേരിട്ട് കടക്കാം. ഭ്രാതൃവിഹീനോ ഹ്യഗോ ബഹുധാരവാൻ വപുഷ്മച്ഛ തേജസ്വി ഷഡവചനഃ പരോപകാരി സുകീർത്തി അനലർക്ഷേ എന്നാണ്. അതായത് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർ സഹോദരങ്ങൾ കുറഞ്ഞിരിക്കുന്നവരായിട്ടും സഹോദര ഗുണം കിട്ടാത്തവരായും ഏകാഗിയായിട്ടും വളരെയേറെ ഭക്ഷിക്കുന്നവരായിട്ടും സ്ത്രീകളോട് കൂടുതൽ അടുപ്പം കാട്ടുന്നവരായും നല്ല ശരീരവും തേജസ്സും ഉള്ളവരായിട്ടും കീർത്തിയുള്ളവരായിട്ടും ഭാവിക്കുമെന്നാണ്. ഇനി നമുക്ക് കാർത്തിക നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. മേടം ഇടവൻ രാശികളിലായിട്ട് വിഭജിച്ച് കിടക്കുന്ന മുറി നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം. മേടക്കൂറിൽ വരുന്നത് ആദ്യത്തെ പാദം മാത്രമാണ്. 2, 3, 4 പാദങ്ങൾ ഇടവക്കൂറിലാണ് വരുന്നത്. മേടക്കൂറുകാരായിട്ടുള്ള കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് മുൻ വർഷത്തിന്റെ ഒരു ആവർത്തനം തന്നെയായിരിക്കും പുതുവർഷവും. എന്നാൽ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ധാരാളം നേട്ടങ്ങൾ ലഭിക്കുന്ന വർഷമാണ് 1201 ആണ്ട്. പൊതുവെ കാര്യനിർവഹണം സുഗമമാകുന്ന വർഷമാണ്. തൊഴിലിൽ മുന്നേറ്റം ഉണ്ടാകുന്നതാണ്. സ്വപ്നം കണ്ടിട്ടുള്ള പുതിയ കാര്യങ്ങളൊക്കെ നടക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ എത്തിച്ചേരും. അധികാരികളുടെ പൂർണ്ണ പിന്തുണ ലഭിക്കുന്നതാണ്. വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ അനുകൂല സമയമാണ്. കൂടാതെ വാഹന ലബ്ധി ഉണ്ടാകുന്നതാണ്. അവിവാഹിതരായിട്ടുള്ളവർക്ക് നല്ല വിവാഹ ബന്ധങ്ങൾ ലഭിക്കുന്നതാണ്. ധനാഗമ മാർഗത്തിൽ 2 കൂറിൽപ്പെട്ടവർക്കും പൊതുവെ തടസ്സങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. മേടക്കൂറുകാരായിട്ടുള്ള കാർത്തിക നക്ഷത്രക്കാർക്ക് പ്രതിസന്ധികളെ അടിക്കടി നേരിടേണ്ട സാഹചര്യങ്ങൾ വന്നേക്കാം. രാഷ്ട്രീയത്തിൽ വിരോധികളുടെ എണ്ണം കൂടുന്നതാണ്. സ്വത്ത് തർക്കങ്ങളൊക്കെ ഉണ്ടാകാനും അത് മനസ്സിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്താനും ഒക്കെ സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. അമിതമായ അധ്വാനം വേണ്ടിവരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. എന്നാൽ അല്പലാഭം മാത്രമാണ് കിട്ടുക. കഠിനാധ്വാനത്തിനനുസരിച്ചുള്ള ഫലം ലഭിക്കാതെ വന്നേക്കാം. ആരോഗ്യ പരിപാലന കാര്യത്തിലും ശ്രദ്ധ ആവശ്യമാണ്. സാഹസങ്ങൾക്ക് മുതിരാതിരിക്കുക. മേടക്കൂറുകാരായിട്ടുള്ള കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് 7 ശനിക്കാലം കൂടിയാണ്. എന്നാൽ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഇതിൽ നിന്നെല്ലാം വിഭിന്നമായിട്ടുള്ള നല്ല ഫലങ്ങൾ ലഭിക്കാം. ധനപരമായിട്ടുള്ള കാര്യങ്ങളിലും തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിലും ഒക്കെ വളരെയേറെ നേട്ടങ്ങൾ ലഭിക്കാവുന്ന ഒരു വർഷമാണ് ഇടവക്കൂറുകാരായിട്ടുള്ള കാർത്തിക നക്ഷത്രക്കാർക്ക് വരുന്നത്. അതേപോലെ തന്നെ വൈവാഹിക ജീവിതത്തിലും
കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇടവക്കൂറുകാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്കും അനുകൂല സമയമാണ്. രോഹിണി നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നമുക്ക് പറഞ്ഞു പോകാം. നേത്രാതുര കുലീനഹ പ്രിയവാക് പാർശ്വാങ്കിതോ വിശുദ്ധമതിഹി മാധുരനിഷ്ഠ സുഭഗോ രോഹിണ്യാം ജായതേ ധനി വിദ്വാൻ എന്നാണ്. അതായത് രോഹിണി നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് നേത്ര രോഗം ഉണ്ടാകാനുള്ള സാധ്യതയാണ് സൂചിപ്പിക്കുന്നത്. കൂടാതെ കുലശ്രേഷ്ഠനായും ഇഷ്ടത്തോടുകൂടി സംസാരിക്കുന്നവരായും പാർശ്വഭാഗത്തിൽ അടയാളമുള്ളവരായിട്ടും ശുദ്ധമനസ്കരായിട്ടും മാതാവിനെ ഇഷ്ടമില്ലാത്തവരായിട്ടും സുന്ദരരായിട്ടും ധനവാനായിട്ടും വിദ്വാനായിട്ടും ഭവിക്കുമെന്നാണ്. ഇനി നമുക്ക് കൊല്ലവർഷം 1201 രോഹിണി നക്ഷത്രക്കാർക്ക് എങ്ങനെ ഉണ്ടാകും എന്ന് പരിശോധിക്കാം. രോഹിണി നക്ഷത്രം ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രമാണ്. ഒരു മുഴു നക്ഷത്രം തന്നെയാണ്. ഗോചരവശാൽ വ്യാഴം 2-ലും ശനി 11-ലും രാഹു 10-ലും കേതു 4-ലുമായിട്ടാണ് നിൽക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് പുതുവർഷം വളരെയേറെ ഗുണപ്രദമാണ് എന്ന് തന്നെ പറയണം. പഠനം പൂർത്തിയാക്കി തൊഴിലിലൊക്കെ പ്രവേശിക്കാൻ പെട്ടെന്ന് തന്നെ സാധിക്കുന്നതാണ്. കഴിവിനനുസരിച്ച് ജോലി ലഭിക്കുന്നതാണ്. വിദേശത്തൊക്കെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് ജോലി കിട്ടാനുള്ള സാധ്യതകളും ഉണ്ട്. ഉദ്യോഗസ്ഥരായിട്ടുള്ളവർക്ക് തൊഴിലിൽ ഉയർച്ചയും ഉണ്ടാകുന്നതാണ്. വേതന വർധനമൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അത് ലഭിക്കുന്നതുമാണ്. സംഘടനകളിലൊക്കെ നേതൃപദവിക്കായി മത്സരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. ദൂരദിക്കുകളിലൊക്കെ തൊഴിൽ ചെയ്യുന്നവർക്ക് ജന്മനാട്ടിലേക്ക് മാറ്റം കൈവരിക്കാൻ സാധിക്കുന്നതുമാണ്. അവിവാഹിതരായിട്ടുള്ളവർക്ക് പ്രണയ സാഫല്യം ഉണ്ടാകുന്നതാണ്. അതേപോലെ തന്നെ വിവാഹമൊക്കെ ആലോചന നടക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. സന്താനപ്രാപ്തി ആഗ്രഹിച്ചു കഴിയുന്നവർക്ക് സന്താനപ്രാപ്തി ഉണ്ടാകുന്നതാണ്. കൂടാതെ വീട്, വാഹനം തുടങ്ങിയ കാര്യങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള ലഭ്യതയും ഉണ്ടാകുന്നതാണ്. വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. വീട് നിർമ്മാണത്തിലൊക്കെ ഇരിക്കുന്നവർക്ക് അത് പൂർത്തീകരിക്കാനുള്ള നല്ല സാഹചര്യങ്ങൾ ഉണ്ടാകും. കടബാധ്യതകളെല്ലാം തന്നെ തീർക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. സാമ്പത്തിക ഭദ്രത പൊതുവെ രോഹിണി നക്ഷത്രക്കാർക്ക് കൈവരിക്കാൻ സാഹചര്യം ഒരുങ്ങുന്ന സമയമാണ്. ബിസിനസ്സുകാരായിട്ടുള്ള രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് അതൊരു ശരാശരി കാലമാണ്. രോഹിണി നക്ഷത്രക്കാർ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. സുഹൃത്തുക്കളോട് കരുതലോടുകൂടി പെരുമാറുക. നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. മകര നക്ഷത്രക്കാർക്ക് ഈ പുതുവർഷം എങ്ങനെ ഉണ്ടാകും എന്ന് പരിശോധിക്കാം. ആദ്യം നമുക്ക് മകര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള ഫലത്തെ ഒന്ന് ചെറുതായിട്ട് പറഞ്ഞു പോകാം. ശബലോ വിശാലദേഹോ ബാല്യേ ശോകാന്യുത പ്രമോദീച്ച ഉത്സാഹി സത്യപരോ ഭീരു ധനവാൻ സുഖി സൗമ്യേ എന്നാണ്. അതായത് മകര നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ചപലതയും പുഷ്ടിയുള്ള ശരീരത്തോടു കൂടിയുള്ളവരുമായിരിക്കും. ബാല്യത്തിൽ ശോകപീഡയുള്ളവരായിരിക്കും. അതായത് ദുഃഖം അനുഭവിക്കേണ്ടി വരിക എന്നുള്ളതാണ്. കൂടാതെ സ്ഥിരബുദ്ധി കുറവുണ്ടാകുക. കൂടാതെ ഉത്സാഹവും സത്യവും സമ്പത്തും ഭയവും സുഖവും ഒക്കെ ലഭിക്കുക എന്നതും ഫലമാണ്. ഇനി നമുക്ക് മകര നക്ഷത്രക്കാർക്ക് കൊല്ലവർഷം 1201 എങ്ങനെ ഉണ്ടാകുമെന്ന് പറയാം. മകര നക്ഷത്രം 2 കൂറുകളിലായിട്ട് വരുന്നതാണ്. 1ഉം 2ഉം പാദങ്ങൾ ഇടവക്കൂറിലും 3ഉം 4ഉം പാദങ്ങൾ മിഥുനക്കൂറിലും വരുന്ന ഒരു മുറി നക്ഷത്രമാണ് മകര നക്ഷത്രം. മകര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷം പ്രതീക്ഷിച്ച ചില കാര്യങ്ങളെങ്കിലും നേടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. തൊഴിലിലൊക്കെ ചാഞ്ചാട്ടം ഉണ്ടായിരുന്നവർക്ക് അതൊക്കെ മാറി ഉയർന്ന വരുമാനം ഉണ്ടാകുന്ന തൊഴിലിലേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ബന്ധുക്കളുടെ സഹായം മൂലമോ സ്വർണ്ണപ്പണയം പോലെ മൂലധനം സ്വരൂപിച്ചുകൊണ്ടോ പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. കഠിന പരിശ്രമം കൊണ്ട് മാത്രമേ ഈ വർഷം എല്ലാ കാര്യങ്ങളും വിജയത്തിൽ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. വിദേശ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധിക്കുന്നതാണ്. എന്നാൽ അത്തരത്തിൽ ഓരോ രാജ്യത്തെയും അവിടുത്തെ നിയമങ്ങളെയൊക്കെ വ്യക്തമായി പഠിച്ച് മാത്രം മുന്നോട്ട് പോവുക. പ്രണയ സാഫല്യമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഒരുപാട് ദൂരങ്ങൾ താണ്ടേണ്ടതായിട്ട് വന്നേക്കാം. വിവാഹമൊക്കെ ആലോചന നടക്കുന്നവർക്ക് അല്പം കാലതാമസം ഉണ്ടാകാനും സാഹചര്യമുണ്ട്. പാരമ്പര്യമായി കിട്ടിയ ഭൂമിയിൽ വീട് വയ്ക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. സിവിൽ കേസുകളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ധനനഷ്ടവും സമയനഷ്ടവും ഒക്കെ ഉണ്ടാകുന്നതാണ്. വിജയത്തിലെത്താൻ കാലതാമസം ഉണ്ടാകുന്നതാണ്. ചിലപ്പോൾ അതിലൊക്കെ വിപരീത ഫലങ്ങളും ഉണ്ടായേക്കാം. സകുടുംബം തീർത്ഥാടനങ്ങളൊക്കെ നടത്താനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ആരോഗ്യകാര്യത്തിൽ മകര നക്ഷത്രക്കാർ അല്പം ജാഗരൂകരാകേണ്ടതാണ്. ഇപ്പോൾ നമുക്ക് തിരുവാതിര നക്ഷത്രക്കാരുടെ കൊല്ലവർഷം 1201 സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ആദ്യം നമുക്ക് തിരുവാതിര നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവത്തെ ഒന്ന് ഏകദേശം പറഞ്ഞു പോകാം. ഗർവി ഷഡ കൃതജ്ഞോ ഹിംസ പാപഹ ചരസ്വഭാഗ് ചപലഹ അല്പസുദസ്യം ജീവി രാജദ്രവ്യാന്യുതശ്ച
രൗദ്രക്ഷേ. അതായത് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചിരുന്നവർ ഗർവിഷ്ഠരായിട്ടും ദുസ്വഭാവികളായിട്ടും ഉപകാരസ്മരണയില്ലാത്തവരായിട്ടും ഹിംസ്ര സ്വഭാവമുള്ളവരായിട്ടും പാപവും പരദ്രവ്യ അനുഭവവും ഉള്ളവരായിട്ടും ഭവിക്കും. അതായത് മറ്റുള്ളവരുടെ ദ്രവ്യത്തെ ധനത്തെയൊക്കെ ഉപയോഗിക്കുന്നവർ എന്നർത്ഥം. കൂടാതെ ചപലരായിട്ടും പുത്രന്മാർ കുറഞ്ഞവരായിട്ടും ദീർഘായുസുള്ളവരായിട്ടും രാജദ്രവ്യത്തെ അനുഭവിക്കുന്നവരായിട്ടും ഭവിക്കും. അതായത് സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നവരായിട്ടും ഭവിക്കും എന്നർത്ഥം. ഇനി നമുക്ക് തിരുവാതിര നക്ഷത്രക്കാർക്ക് കൊല്ലവർഷം 1201 ആണ്ട് എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. ശനി 10ാം ഭാവത്തിലാണ് തിരുവാതിരക്കാർക്ക് നിൽക്കുന്നത്. വ്യാഴമാകട്ടെ ജന്മരാശിയിലാണ്. തിരുവാതിര നക്ഷത്രം വരുന്നത് മിഥുനം രാശിയിലാണ്. തിരുവാതിര നക്ഷത്രം ഒരു മുഴു നക്ഷത്രമാണ്. കൂടാതെ രാഹു 9ലും കേതു 3ലും നിൽക്കുന്നുണ്ട്. വ്യാഴം ജന്മരാശിയിലും 2ലുമായിട്ട് മാറി സഞ്ചരിക്കുന്നുണ്ട്. ഏതാനും മാസങ്ങൾ മാത്രമാണ് 2ാം ഭാവത്തിലേക്ക് മാറ്റം ഉണ്ടാകുക. പലതരം പ്രശ്നങ്ങളെയും തിരുവാതിര നക്ഷത്രക്കാർ ഈ പുതുവർഷത്തിൽ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. ക്ഷമയും സഹനശീലവും ഒക്കെ പരീക്ഷിക്കപ്പെട്ടേക്കാം. വിദ്യാർത്ഥികളായിട്ടുള്ള തിരുവാതിര നക്ഷത്രക്കാർക്ക് അലസത ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. തൊഴിൽ നേടുന്നവർക്ക് തങ്ങളുടെ കഴിവിനനുസരിച്ച് തൊഴിൽ കരഗതമാകണമെന്നില്ല. മേലധികാരികളുടെ അനിഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തൊഴിലിടങ്ങളിൽ അല്പം സമാധാനക്കുറവും പ്രതീക്ഷിക്കേണ്ടതാണ്. സാമ്പത്തികമായി അബദ്ധങ്ങളൊന്നും ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ട വർഷം കൂടിയാണ്. പ്രണയ ശൈഥില്യം, വിവാഹ തടസ്സം എന്നിവയൊക്കെ അനുഭവത്തിൽ വന്നേക്കാം. ബിസിനസ്സുകാരായിട്ടുള്ളവർ വലിയ മുതൽ മുടക്കുകളൊന്നും പരമാവധി ഈ വർഷത്തിൽ ചെയ്യാതിരിക്കുക. അതായത് റിസ്ക് എടുത്തുള്ള കാര്യങ്ങളിലൊന്നും ഏർപ്പെടാതിരിക്കുക എന്നർത്ഥം. നിലവിലുള്ള സ്ഥിതികളൊക്കെ അങ്ങനെ തന്നെ തുടരുവാനാണ് സാധ്യത. കടബാധ്യതകളൊക്കെ തീരാൻ വേണ്ടിയിട്ട് ആവശ്യങ്ങളൊക്കെ ഒന്ന് വെട്ടിച്ചുരുക്കി മുന്നോട്ട് പോകേണ്ട സാഹചര്യങ്ങളും വന്നേക്കാം. പ്രവാസികളായിട്ടുള്ളവർക്ക് വിചാരിക്കുന്നത് പോലെ സമ്പാദ്യങ്ങളൊക്കെ വളർത്താൻ സാഹചര്യമുണ്ടായി എന്ന് വരില്ല. എന്നാൽ ചിങ്ങം, വൃശ്ചികം, തുലാം, മീനം, മേടം എന്നീ മാസങ്ങളിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. പുണർന്ന നക്ഷത്രക്കാരുടെ പുതുവർഷം എങ്ങനെയുണ്ടാകുമെന്ന് പരിശോധിക്കാം. ആദ്യം നമുക്ക് പുണർന്ന നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവത്തെ ഏകദേശം ഒന്ന് പറഞ്ഞു പോകാം. ദാദാ സുഖി സുശീലോ സുധർമ്മോ രോഗവാൻ പിപാസുശ്ച അല്പേന ച സന്തുഷ്ടഃ പുനർവധു ജായതേ വൃതി മനുജഃ എന്നാണ്. അതായത് പുണർന്ന നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ദാനം ചെയ്യുന്നവരായിട്ടും സുഖിമാരായും സൗശീല്യമുള്ളവരായും ദുർബുദ്ധിയുള്ളവരായും രോഗിയായും പിപാസ ഏറെയുള്ളവരായും അല്പം കൊണ്ട് സന്തുഷ്ടരാകുന്നവരായും വ്രതാനുഷ്ഠാനമുള്ളവരായിട്ടും ഭവിക്കുമെന്നാണ്. ഇനി നമുക്ക് കൊല്ലവർഷം 1201 ആണ്ട് പുണർന്ന നക്ഷത്രക്കാർക്ക് എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. പുണർന്ന നക്ഷത്രം മിഥുനം, കർക്കിടകം കൂറുകളിലായിട്ട് വരുന്ന ഒരു മുറി നക്ഷത്രമാണ്. മിഥുനം രാശിയിൽ പുണർന്നത്തിന്റെ 1, 2, 3 പാദങ്ങൾ ഉൾക്കൊള്ളുന്നു. എന്നാൽ 4ാം പാദം മാത്രമാണ് കർക്കിടകം രാശിയിൽ വരിക. കർക്കിടകൂറുകാരെ സംബന്ധിച്ച് വ്യാഴം 12ലാണ്, ശനി 9ലും രാഹു 8ലുമായിട്ട് സ്ഥിതി ചെയ്യുന്നു. കേതു ആകട്ടെ 2ാം ഭാവത്തിലാണ്. എന്നാൽ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം ജന്മഭാവത്തിലാണ്, ശനി ആകട്ടെ 10ാം ഭാവത്തിലും രാഹു 9ലും കേതു 3ാം ഭാവത്തിലുമായിട്ട് നിൽക്കുന്നു. കർക്കിടകൂറുകാരെ സംബന്ധിച്ച് വ്യാഴത്തിന്റെ ഈ സ്ഥിതിയൊക്കെ മൂലം ലക്ഷ്യപ്രാപ്തി എന്നത് ദുഷ്കരമാകാനുള്ള സാധ്യതകളുണ്ട്. എതിർപ്പുകളെയൊക്കെ പ്രതിരോധിക്കാൻ അല്പം വിഷമിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാം. എന്നാൽ വ്യാഴത്തിന്റെ 4ലേക്കുള്ള ദൃഷ്ടി ജീവിതത്തിൽ സുഖവും സന്തോഷവും ഒക്കെ നിറയ്ക്കുന്നതുമാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് പ്രയത്നങ്ങളൊന്നും തന്നെ പാഴാകില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. മിഥുനക്കൂറുകാർക്ക് സ്വപ്നങ്ങളിൽ ചിലതെങ്കിലും സഫലമാകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. എന്നാൽ കണ്ടകശനി കാലമുള്ളത് കൊണ്ട് തന്നെ ഉദ്യോഗമൊക്കെ ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്പം കാലതാമസം ഉണ്ടായേക്കാം. ആഗ്രഹിക്കാത്ത സ്ഥലമാറ്റങ്ങളൊക്കെ വന്നു ചേരാം. കർക്കിടകൂറുകാരെ സംബന്ധിച്ച് അഷ്ടമരാഹു ആയതുകൊണ്ട് തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. കൂടാതെ അകാരണ ഭയത്തിനും സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. ആദർശത്തിൽ ഉറച്ചു നിൽക്കുക എന്നത് ദുഷ്കരമാകാനുള്ള സാധ്യതകളുമുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ പൊതുവെ പുണർന്ന നക്ഷത്രക്കാരായിട്ടുള്ളവർ സ്ഥിരോത്സാഹം, മിതവ്യയം, ക്ഷമാശീലം, ആരോഗ്യ പരിപാലനത്തിൽ ശ്രദ്ധ ഇവയൊക്കെ പുലർത്തേണ്ടതാണ്. പൊതുവെ മിഥുനക്കൂറുകാരായിട്ടുള്ള പുണർന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ച് അനുകൂല കാലമാണ് എന്ന് പറയാം. എന്നാൽ കർക്കിടകൂറുകാരെ സംബന്ധിച്ച് ജീവിതത്തിൽ സുഖവും സന്തോഷവും ഒക്കെ ലഭിക്കുമെങ്കിലും അല്പം പരിശ്രമം കൂടി വേണ്ടി വന്നേക്കാം. എന്നാൽ കർക്കിടകൂറുകാരായിട്ടുള്ളവർക്ക് രോഗാവസ്ഥയിലൊക്കെ ഇരുന്നവർക്ക് അതിൽ നിന്ന് ആശ്വാസം ലഭിക്കുന്നതിനുള്ള അനുകൂല സമയം കൂടിയാണ്. പൊതുവെ പരിശ്രമിക്കുക, ഈശ്വരവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക, വളരെയേറെ നേട്ടങ്ങൾ കൊയ്യാനായിട്ട് സാധിക്കും. പൂയം നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലത്തെ പറയാം. ആദ്യം നമുക്ക് പൂയം നക്ഷത്രക്കാരുടെ ഏകദേശ സ്വഭാവം ഒന്ന് പറയാം. പ്രീത, ക്രോധി,
മതിമാൻ ദൃഷ്ടോ വാത്മീ ഹേനക ശാസ്ത്രജ്ഞ ബന്ധുരാം ഉപകാരി പ്രാജ്ഞോ ധനവാൻ സ്വതന്ത്രക പുഷേ. അതായത് പൂയ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സന്തോഷവും കോപവും ഉള്ളവരായും ബുദ്ധിമാന്മാരായിട്ടും നിർലജ്ജരായിട്ടും വാക്സാമർഥ്യവും അനേക ശാസ്ത്രങ്ങളിൽ ജ്ഞാനവും ഉള്ളവരായിട്ടും ബന്ധുക്കൾക്ക് ഉപകാരത്തെ ചെയ്യുന്നവരായിട്ടും അറിവുള്ളവരായിട്ടും ധനവാന്മാരായിട്ടും പൊതുവെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരായിട്ടും ഭവിക്കും. ഇനി നമുക്ക് കൊല്ലവർഷം 1201 ആണ്ട് പൂയ നക്ഷത്രക്കാർക്ക് എങ്ങനെ ഉണ്ടാകും എന്ന് പരിശോധിക്കാം. പൂയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രമാണ് ഇത്. കർക്കിടകക്കൂറിൽ മാത്രമാണ് പൂയ നക്ഷത്രം ഉൾക്കൊള്ളുന്നത്. അതായത് മുഴു നക്ഷത്രം എന്നർത്ഥം. 12ാം ഭാവത്തിലും ജന്മരാശിയിലുമായിട്ടാണ് വ്യാഴത്തിന്റെ ഈ വർഷത്തെ സ്ഥിതി. 9ൽ ശനിയും 8മത്തിൽ രാഹുവും 2ൽ കേതുവുമാണ്. അതുകൊണ്ട് തന്നെ പ്രായണ അനുകൂലമല്ലാത്ത കാലമാണ് എന്ന് തന്നെ പറയണം. വിജയങ്ങളൊക്കെ കരസ്ഥമാകണമെങ്കിൽ അനായാസമായിട്ട് ഉണ്ടാകില്ല. കഠിനമായിട്ടുള്ള പരിശ്രമം ആവശ്യമായി വന്നേക്കാം. അതായത് പോരാട്ട വീര്യവും ക്ഷമയും സ്ഥിരോത്സാഹവും ആവശ്യമാണ് എന്നർത്ഥം. വാഗ്ദാനങ്ങളൊക്കെ ലംഘിക്കപ്പെട്ടേക്കാം. ബന്ധുക്കളിൽ നിന്ന് സഹായങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് വിദ്യാഭ്യാസ കാര്യത്തിൽ തടസ്സങ്ങൾ ഉണ്ടായേക്കാം. ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് പോലും വളരെയധികം ത്യാഗങ്ങളും സമരങ്ങളും ചെയ്യേണ്ടതായി വന്നേക്കാം. സുഹൃത്തുക്കളൊക്കെ വഞ്ചിക്കുന്നു എന്ന തോന്നലും ഉണ്ടായേക്കാം. ചെയ്തു പോരുന്ന തൊഴിലിലൊക്കെ വളർച്ച ഒരു മുരടിക്കുന്ന അവസ്ഥയിലാകാം. അധികമായിട്ട് പുതിയ കാര്യങ്ങളിലൊക്കെ മുതൽ നിക്ഷേപിക്കുന്നത് ആലോചിച്ചു വേണം. ദൂരദിക്കുകളിലൊക്കെ വേർപെട്ട് കഴിഞ്ഞിരുന്ന ഭാര്യാഭർത്താക്കന്മാർ, തൊഴിൽ കാര്യങ്ങൾക്കായിട്ട് വേർപെട്ട് കഴിഞ്ഞിരുന്ന ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ഒരുമിക്കാനുള്ള അവസരങ്ങളൊക്കെ കുറയുന്നതുമാണ്. വീട് നിർമ്മിക്കുന്നവർക്കൊക്കെ ചില തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. ചെറിയ നേട്ടങ്ങളും ന്യായമായിട്ടുള്ള വരുമാനങ്ങളും ഒക്കെ ആശ്വാസമേകുന്നതുമാണ്. കന്നി, തുലാം, വൃശ്ചികം, ധനു, മേടം, ഇടവം എന്നീ മാസങ്ങളിൽ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നതാണ്. വ്യാഴത്തിന്റെ 4ാം ഭാവത്തിലേക്കുള്ള ദർശനം ജീവിതത്തിൽ സുഖവും സന്തോഷവും ഒക്കെ ലഭിക്കുന്നതിനും നിലവിൽ രോഗങ്ങൾക്ക് ഉണ്ടായിരുന്നവർക്ക് ആ രോഗത്തിൽ നിന്ന് ആശ്വാസം നേടുന്നതിനും ഒക്കെ സാഹചര്യം ഉണ്ടാക്കും. ആയില്യ നക്ഷത്രക്കാരുടെ പുതുവർഷം എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. ആദ്യം നമുക്ക് ആയില്യ നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവത്തെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ ഒന്ന് പറഞ്ഞു പോകാം. രൗദ്ര ശബനോ വാഗ്മി ഗണേശ്വരോ ജ്ഞാനവാൻ ഷഡോ ധൂർത്തഃ ബഹ്വായാസ ധനവാൻ കൃതജ്ഞ ആശ്ലേഷഭേ വിനീതശ്ച എന്നാണ്. അതായത് ആയില്യ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ രൗദ്ര സ്വഭാവവും ചപലതയും വാക് സാമർഥ്യവും ഉള്ളവരായി ഭവിക്കുമെന്നാണ്. കൂടാതെ ഒരു സംഘടനയുടെയോ സംഘത്തിന്റെയോ സമുദായത്തിന്റെയോ ഒക്കെ നേതൃസ്ഥാനത്ത് എത്തുന്നവരുമാകും. കൂടാതെ ജ്ഞാനിയായും ഷഠനായും വിടവൃത്തിയുള്ളതായും വളരെ ആയാസമുള്ളവരായും ധനമുള്ളവരായും സമ്പന്നരായും എന്നാൽ ഉപകാര സ്മരണയില്ലാത്തവരായും ഭവിക്കുമെന്നാണ്. അതോടൊപ്പം തന്നെ വിനീത സ്വഭാവവും ഇവരുടെ മുഖമുദ്ര തന്നെയാണ്. ഇനി നമുക്ക് കൊല്ലവർഷം 1201 ആണ്ട് ആയില്യ നക്ഷത്രക്കാർക്ക് എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. ആയില്യ നക്ഷത്രം കർക്കിടക്കൂറിൽ വരുന്ന നക്ഷത്രമാണ്. വ്യാഴം 12ലും ജന്മരാശിയിലുമായിട്ടാണ് വരുന്നത്. ശനി 9ലും 8ൽ രാഹുവും 2ൽ കേതുവുമാണ്. സമ്മർദ്ദങ്ങളിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കേണ്ട ഒരു സമയമാണ് എന്നർത്ഥം. പ്രതിലോമ ശക്തികൾ തനിക്കുള്ളിലും പുറത്തും ഉണ്ടാകാം. എല്ലാ കാര്യത്തെയും വളരെ കഷ്ടപ്പെട്ട് നേടിയെടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. പ്രതിലോമ കാര്യങ്ങളെയൊക്കെ സ്വയം ചിന്തിച്ച് നിരാകരിക്കേണ്ടതായിട്ടുണ്ട്. പ്രവാസികളായിട്ടുള്ളവർ പ്രവാസമൊക്കെ അവസാനിപ്പിക്കണം എന്നുള്ള ചിന്ത ഉടലെടുക്കുന്നതായി കാണാം. വീട് പണികൾ മൂലമൊക്കെ ഉണ്ടായിരുന്ന കടങ്ങളൊക്കെ തീർക്കാൻ കാലതാമസം വരുന്നത് മനസ്സിനെ വിഷമിപ്പിച്ചേക്കാം. സാങ്കേതിക വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ അല്പം ക്ലേശം അനുഭവപ്പെട്ടേക്കാം. ഗവേഷണ പ്രബന്ധ രചനകളിലൊക്കെ ഏർപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ മേഖല വെല്ലുവിളികൾ നിറഞ്ഞതാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. രോഗക്ലേശിതരായിട്ടുള്ളവർക്ക് വിദഗ്ധ ചികിത്സയ്ക്കൊക്കെ ധനസഹായം ലഭിക്കുന്നതുമാണ്. ശിഥിലമായിട്ടുള്ള പ്രണയബന്ധമൊക്കെ വീണ്ടും തളിർക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് മത്സര രംഗത്തൊക്കെ വളരെയധികം കടുത്ത വെല്ലുവിളികൾ നേരിടേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും. ധനപരമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ വളരെ കൃത്യമായിട്ടുള്ള കണക്കുകൾ സൂക്ഷിക്കേണ്ട സാഹചര്യമാണ്. സമ്പാദ്യങ്ങളൊക്കെ സുരക്ഷിതമായിട്ടുള്ള നിക്ഷേപങ്ങളാക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരും. എന്നാൽ വാഹനം വാങ്ങിക്കുക പോലെയുള്ള കാര്യങ്ങൾ കുടുംബാംഗങ്ങളുടെ നിർബന്ധപ്രകാരം ചെലവുകൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. ജീവിതത്തിൽ പൊതുവെ സുഖവും സന്തോഷവും ഒക്കെ
ഒരുപക്ഷെ ലഭിക്കുന്നതുമാണ്. എന്നാൽ കഠിനമായിട്ടുള്ള പ്രവർത്തികളിലൂടെ മാത്രമേ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കൂ എന്ന് മാത്രം. ഈശ്വരനെ വിശ്വസിച്ച് മുന്നോട്ട് പോകുക. മകൻ നക്ഷത്രക്കാരുടെ പുതുവർഷം എങ്ങനെയുണ്ടാകുമെന്ന് പരിശോധിക്കാം. ഓരോ നക്ഷത്രക്കാരെ കുറിച്ചും അറിയേണ്ടതെല്ലാം എന്നുള്ള എന്റെ വീഡിയോകൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ കാണുക. നിങ്ങളുടെ നക്ഷത്രത്തെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കണം, അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ വീഡിയോകൾ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. ആദ്യം മകൻ നക്ഷത്രക്കാരുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള പൊതുഫലത്തെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് നക്ഷത്രഫലത്തിലേക്ക് കടക്കാം. വിദ്വാൻ വിനീതശീലോ സ്ഥിരവൈരി സജ്ജനസ്തുത ശൂരഃ ബഹുഭൃത്യധനോഭോഗി സുരപിതൃഭക്തോ മഹോദ്യമഃ പിത്രേ എന്നാണ്. അതായത് മകൻ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ വിദ്വാനായും ഏറ്റവും ഒതുങ്ങിയ സ്വഭാവത്തോടു കൂടിയവനായിട്ടും സ്ഥിരമായി ശത്രുക്കളുള്ളവരായിട്ടും സജ്ജനങ്ങളാൽ പ്രശംസിക്കപ്പെടുന്നവരായിട്ടും ശൂരരായിട്ടും വളരെ ഭൃത്യന്മാരും ധനവുമുള്ളവരായിട്ടും ദേവന്മാരിലും പിതൃക്കളിലും ഭക്തിയുള്ളവരായിട്ടും ഭവിക്കുമെന്നാണ്. കൂടാതെ ഏറ്റവും ഉത്സാഹശീലരായിട്ടും ഭവിക്കും. ഇനി നമുക്ക് കൊല്ലവർഷം 1201 ആണ്ട് മകൻ നക്ഷത്രക്കാർക്ക് എങ്ങനെയുണ്ടാകും എന്ന് പരിശോധിക്കാം. വ്യാഴം 11ലും 12ലുമായിട്ടാണ് മകൻ നക്ഷത്രക്കാർക്ക് വരുന്ന ഒരു വർഷം സഞ്ചരിക്കുന്നത്. ശനിയാകട്ടെ 8ലാണ്. രാഹു 7ാം ഭാവത്തിലും ജന്മരാശിയിൽ കേതുവും നിൽക്കുകയാണ്. രാഹുകേതുക്കൾക്കും ശനിക്കും ഈ വരുന്ന പുതുവർഷത്തിൽ മാറ്റമുണ്ടാകുന്നില്ല. ജീവിത വിജയത്തിന് മകൻ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് എന്ന് തന്നെ പറയണം. എന്നാൽ ചില സമ്മർദ്ദങ്ങളെയും പ്രതിസന്ധികളെയും കൂടി അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ടാകും. ചിരകാല അഭിലാഷങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. സാമ്പത്തിക വളർച്ചയുടെ നല്ല പാതയിൽ എത്തുന്നതാണ്. സമൂഹത്തിൽ ബഹുമാന്യരായിട്ടുള്ള വ്യക്തികളുടെ നല്ല പിന്തുണയുണ്ടാകും. ആസൂത്രണം ചെയ്ത സംരംഭങ്ങളുമായി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. തൊഴിൽ ആഗ്രഹിച്ച് തൊഴിൽ തേടുന്ന ചെറുപ്പക്കാരായിട്ടുള്ളവർക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ശമ്പളത്തോടു കൂടിയ ജോലി ലഭിക്കുന്നതാണ്. വീട്, ഫ്ലാറ്റ് തുടങ്ങിയ കാര്യങ്ങളും ആഡംബര വാഹനങ്ങളും ഒക്കെ വാങ്ങുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. വേണ്ടപ്പെട്ടവരുടെയൊക്കെ സാമ്പത്തിക സഹായവും കൈവരുന്നതാണ്. പ്രണയകാര്യത്തിൽ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായേക്കാം. ദാമ്പത്യ ജീവിതവും അത്ര സുഖകരമാകണമെന്നില്ല. തൊഴിൽപരമായിട്ടോ മറ്റു കാരണങ്ങളാലോ ഒക്കെ ദമ്പതികൾ ഇരുവരും അകന്നു കഴിയേണ്ട സാഹചര്യങ്ങൾ വന്നേക്കാം. സന്താനങ്ങൾ മൂലം ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. കൂടാതെ സഹായികൾ, സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ എന്നിവരിൽ നിന്നും നല്ല അനുഭവങ്ങൾ ഉണ്ടാകും. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്കും മകൻ നക്ഷത്രക്കാർക്ക് പുതുവർഷം വളരെ നല്ലതാണ്. ഇപ്പോൾ നമുക്ക് പൂരം നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലത്തെ ഒന്ന് പരിശോധിക്കാം. അതിനു മുമ്പായിട്ട് പൂരം നക്ഷത്രക്കാരെ കുറിച്ച് ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള പൊതു സ്വഭാവ സവിശേഷതകളെ ഒന്ന് പറഞ്ഞു പോകാം. പ്രിയ വാഗ്ദാത നിപുണോ ബഹു വ്യയാർത്ഥോ വിധേയ ഭൃത്യശ്ച തേജസ്വി നൃപതിഹിതോ രണഭീരുർ ജായതേ ജബ് ഹാൽഗുന്യ എന്നാണ്. അതായത് പൂരം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ഇഷ്ടമായിട്ടുള്ള വാക്കിനെ പറയുന്നവരാണ്. കൂടാതെ ഔദാര്യവും സാമർഥ്യവും ഒക്കെ ഉള്ളവരാണ്. വ്യയാധിക്യത്താൽ പീഡിതരാകുന്നവരാണ്. കൂടാതെ ഭൃത്യ സ്വാധീനമുള്ളതായും ഭവിക്കും. തേജസ്വിയായിട്ടും രാജാവിന് ഇഷ്ടമുള്ളവരായിട്ടും യുദ്ധത്തിൽ ഭയമുള്ളവരായിട്ടും ഭവിക്കുമെന്നാണ്. ഇനി നമുക്ക് കൊല്ലവർഷം 1201 ആണ്ട് പൂരം നക്ഷത്രക്കാർക്ക് എങ്ങനെയുണ്ടാകുമെന്ന് പരിശോധിക്കാം. പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വർഷത്തിന്റെ കൂടുതൽ ഭാഗവും വ്യാഴം 11ാം ഭാവത്തിലാണ്. എന്നാൽ 12ലേക്കും എത്തുന്നുണ്ട്. എന്നിരുന്നാലും ഫലത്തിൽ 11ലെ വ്യാഴത്തിന്റെ ഫലമാണ് അനുഭവത്തിൽ വരിക. കൂടാതെ ശനി 8ലാണ്. രാഹു 7ലും കേതു ജന്മരാശിയിലുമായിട്ടാണ്. രാഹുകേതുക്കൾക്കും ശനിക്കും ഒന്നും രാശിമാറ്റമില്ല. ഭൗതിക സാഹചര്യങ്ങൾ പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് മെച്ചമാകുന്ന ഒരു വർഷമാണ്. കൂടാതെ തൊഴിൽ രംഗത്ത് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. സാമ്പത്തികമായിട്ടുള്ള പിന്നോക്കാവസ്ഥ ഒട്ടൊക്കെ നല്ല രീതിയിൽ പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. സൽപ്രവർത്തികളിലൂടെ സമൂഹ മധ്യത്തിൽ നല്ല അംഗീകാരങ്ങൾ നേടുന്നതിനും സാഹചര്യം ഉണ്ടാകുന്നതാണ്. നവസംരംഭങ്ങളൊക്കെ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം വന്നു ചേരും. ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾക്കൊക്കെ അനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്നതിൽ ശ്രദ്ധ കാണിക്കുന്നതാണ്. രാഹു 7ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് പ്രേമം, വിവാഹം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ അല്പം തടസ്സങ്ങൾ ഉണ്ടായേക്കാം. ദാമ്പത്യ ജീവിതത്തിലും അലോസരങ്ങൾ തലപൊക്കാനുള്ള സാഹചര്യങ്ങളോ അകന്നു കഴിയാനുള്ള സാഹചര്യങ്ങളോ ഒക്കെ ഉണ്ടാകാം. വീട് വെക്കാനോ വാങ്ങാനോ ഒക്കെ അല്പം പ്രയാസപ്പെടേണ്ട അവസരങ്ങൾ വന്നേക്കാം. എന്നാൽ പ്രയത്നിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതുമാണ്. കേതു ജന്മനക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് ആരോഗ്യപരമായി അല്പം മോശമാകാനുള്ള സാഹചര്യങ്ങളും ഉണ്ടായേക്കാം. ആരോഗ്യത്തെ ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ അഷ്ടമശനിയാണ്. ഉറ്റവരുടെ വിയോഗം ഒക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. അതൊക്കെ മനസ്സിനെ അല്പം ഒന്ന് ആശങ്കപ്പെടുത്തിയേക്കാം.
എന്നിരുന്നാലും ഈശ്വരവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുക. വ്യാഴത്തിന്റെ ആനുകൂല്യമുണ്ട് എന്ന് തന്നെ പറയണം. പൂർണ്ണമായിട്ടും ദൈവാധീനവും ഉണ്ടാകുന്ന സമയമാണ്. സന്താനങ്ങൾ മൂലം നല്ല സുഖാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ സഹായികൾ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ എന്നിവരിൽ നിന്നും പൂർണ്ണ സഹകരണങ്ങളും ലഭിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഉത്ര നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ പുതുവർഷ ഫലത്തെ ഒന്ന് പറഞ്ഞു പോകാം. ആദ്യം നമുക്ക് ഉത്ര നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവത്തെ ഒന്ന് പറഞ്ഞിട്ട് ഫലത്തിലേക്ക് കടക്കാം. സ്ത്രീണാം ഇഷ്ടസുഭഗോ ഗണേശ്വരോ വിദ്യായാശ്ച വിത്തശ്ച കുശല സുഖി വിനീതോ ഭോഗി ലോകപ്രിയേ ഭവേൽ ഭാഗ്യേ. അതായത് ഉത്രം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സ്ത്രീകൾക്ക് ഇഷ്ടമുള്ളവരായിട്ടും സൗന്ദര്യമുള്ളവരായിട്ടും സംഘടനകളുടെയൊക്കെ നായകന്മാരായിട്ടും വിദ്യ കൊണ്ട് ലഭിക്കപ്പെട്ട ധനവും കൗശലവും ഉള്ളവരായിട്ടും സുഖവും സുഭിക്ഷത്വവും സുശിക്ഷത്വവും ഭോഗവും ഉള്ളവരായിട്ടും കൂടാതെ ജനങ്ങൾക്ക് ഇഷ്ടമുള്ളവരായിട്ടും ഭവിക്കുമെന്നാണ്. ഇനി നമുക്ക് കൊല്ലവർഷം 1201 ഉത്രം നക്ഷത്രക്കാർക്ക് എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. ഉത്രം നക്ഷത്രം വരുന്നത് ചിങ്ങം, കന്നി എന്നീ കൂറുകളിലായിട്ടാണ്. ചിങ്ങക്കൂറിൽ ആദ്യത്തെ ഒരു പാദം മാത്രമാണ് ഉള്ളത്. ഉത്രം നക്ഷത്രം ഒരു മുറി നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങളൊക്കെ പൂർത്തീകരിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നേക്കാം. പുതിയ ലക്ഷ്യങ്ങളൊക്കെ എല്ലായ്പ്പോഴും മുന്നിലുണ്ടാകും. ഔദ്യോഗിക ജീവിതത്തിലൊക്കെ സ്ഥാനക്കയറ്റത്തിനും സാധ്യത ലഭിക്കും. കരാർ ജോലികളൊക്കെ ചെയ്യുന്നവർക്ക് തുടരവസരങ്ങൾ ലഭിക്കുന്നതാണ്. കടബാധ്യതകളൊക്കെ ഭാഗികമായി പരിഹരിക്കപ്പെടും. രാഷ്ട്രീയമായിട്ടുള്ള ലക്ഷ്യങ്ങൾക്ക് ചില വെല്ലുവിളികളൊക്കെ വന്നു ചേരാം. പ്രവാസികളായിട്ടുള്ളവർക്ക് കുടുംബത്തോടൊപ്പം വന്നു ചേരാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. അതിര് തർക്കങ്ങൾ, അതേപോലെയുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്ക് മധ്യസ്ഥരുടെ സഹായത്തോടുകൂടി തർക്കങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. കുടുംബത്തിലെ വയോജനങ്ങളുടെ സംരക്ഷണത്തിന് പ്രത്യേകമായിട്ടുള്ള കരുതൽ ആവശ്യമായിട്ടുള്ള സമയമാണ്. വീടും ബന്ധുക്കളുമായിട്ട് പിണങ്ങി മാറി നിൽക്കുന്നവർക്ക് കൂടെ ഒന്നിച്ചു ചേരുവാനും ഇണക്കം മാറുവാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അനുരാഗ കാര്യങ്ങളിലും വിവാഹ കാര്യങ്ങളിലും ഒക്കെ ചിലപ്പോൾ തടസ്സങ്ങൾ ഉണ്ടായേക്കാം. അതേപോലെ തന്നെ ഏകപക്ഷീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മൂലം ദാമ്പത്യ ജീവിതത്തിലും അല്പം പ്രതിസന്ധികൾ ഉണ്ടാകാം. എന്നിരുന്നാലും സന്താനങ്ങളെ കൊണ്ടും സുഹൃത്തുക്കളെ കൊണ്ടും ഒക്കെ ജീവിതത്തിൽ സന്തോഷവും സുഖവും ഒക്കെ ലഭിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് അത്തം നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലത്തെ പരിശോധിക്കാം. ആദ്യം നമുക്ക് അത്തം നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവം ഒന്ന് പറയാം. കാമി കുശലോ വാഗ്മി ചോരോ വിദ്വാൻ വിദേശ നിരതശ്ച ഉത്സാഹി നിർപ്രതിഷ്ഠോ നിർദ്ദയ ലജ്ജോരിഹാർക്കഫേ ഭവതി എന്നാണ്. അതായത് അത്തം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ കാമശീലവും കൗശലവും വാക് സാമർഥ്യവും ശൗര്യവും വിദ്വത്വവും വിദേശവാസത്തിൽ താല്പര്യവും ഉള്ളതായും ഭവിക്കും. കൂടാതെ ഉത്സാഹശീലരായിട്ടും രാജപ്രിയരായിട്ടും ഭവിക്കും. അതോടൊപ്പം തന്നെ ലജ്ജയും ഭയവും ഇല്ലാത്തവരാകും. കൂടാതെ ശത്രുക്കളെ ഹനിക്കുന്നവരായിട്ടും ദയയില്ലാത്തവരായിട്ടും ഭവിക്കുമെന്നാണ്. ഇനി നമുക്ക് അത്ത നക്ഷത്രക്കാരുടെ പുതുവർഷ നക്ഷത്ര ഫലത്തെ പരിശോധിക്കാം. അത്ത നക്ഷത്രം കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രമാണ്, ഒരു മുഴു നക്ഷത്രമാണ്. അത്ത നക്ഷത്രക്കാരെ സംബന്ധിച്ച് വ്യാഴം 10-ലാണ്, ശനി 7-ലും രാഹു 6-ലുമായിട്ടാണ് വരുന്നത്. കേതു ആകട്ടെ 12-ാം ഭാവത്തിലുമാണ്. സമ്മിശ്രമായിട്ടുള്ള ഗുണാനുഭവങ്ങൾ തുടരുന്നതാണ് ഈ പുതുവർഷത്തിലും. പുതിയ തൊഴിലൊക്കെ നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ എല്ലാ കാര്യത്തിലും പൂർണ്ണ തൃപ്തി ഉണ്ടാകണമെന്നില്ല. ഉദ്യോഗാർത്ഥികളായിട്ടുള്ളവർക്ക് തൊഴിലിടത്തിൽ പൂർണ്ണമായിട്ടുള്ള ഒരു സുഗമമായിട്ടുള്ള അധികാര പ്രാപ്തി ഉണ്ടാകണമെന്നില്ല. പ്രതീക്ഷിച്ച സ്ഥാനോന്നതിയും ലഭിക്കണമെന്നില്ല. വേതന കാര്യങ്ങളിലൊക്കെ അല്പമാത്രമായിട്ടെങ്കിലും ചിലപ്പോൾ വർധനവ് വന്നു വന്നിരിക്കാം. ബിസിനസ്സിലൊക്കെ തൽസ്ഥിതി തുടരുന്നതല്ലാതെ ലാഭം കൂടാൻ സാധ്യതയില്ല. നിലവിലെ സ്ഥിതിയൊക്കെ അതുപോലെ തുടരുക എന്ന് മാത്രമേ പറയാനാകൂ. പൊതു സംരംഭങ്ങളൊക്കെ ഒരു പരീക്ഷണമായും ആരംഭമായും മാത്രം കണ്ടാൽ മതി. ശനി 7-ൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ വിദേശ യാത്രയ്ക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് അതിന് സാധിക്കുന്നതാണ്. വിദേശത്തേക്ക് തൊഴിൽ കാര്യത്തിനോ പഠന കാര്യത്തിനോ ഒക്കെ പോകാനുള്ള അവസരങ്ങൾ വന്നു ചേരും. വീട് നിർമ്മാണത്തിന് തുടക്കം കുറിക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരും. അതേപോലെ തന്നെ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനും സാധ്യതയുണ്ട്. രാഹു 6-ാം ഭാവത്തിലുള്ളത് തന്നെ ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള ധനാഗമത്തെയും കൊണ്ടുവന്നു എന്നിരിക്കാം. കൂടാതെ ശത്രുക്കളുടെ മേൽ വിജയം കൈവരിക്കാനും ഇത് സാഹചര്യമൊരുക്കുന്നതാണ്. പ്രണയം പോലുള്ള കാര്യങ്ങൾ നിലനിർത്തുക വളരെ ക്ലേശകരമായ അനുഭവത്തിൽ വന്നേക്കാം. ദാമ്പത്യ ജീവിതത്തിലും അത്ത നക്ഷത്രക്കാർക്ക് ചില അലോസരങ്ങൾ ഉണ്ടാകാം. സാമ്പത്തികമായി ഉന്നതി ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. ജീവിതത്തിൽ പൊതുവെ നോക്കുമ്പോൾ സുഖവും സന്തോഷവും ഒക്കെ ലഭിക്കുന്നതാണ്. രോഗങ്ങൾ ഉണ്ടായിരുന്നവർക്ക് രോഗങ്ങളിൽ നിന്ന് വിമുക്തി ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരുന്നതാണ്. ഇപ്പോൾ ചിത്ര നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ പുതുവർഷ ഫലത്തെ നോക്കാം.
ആദ്യം നമുക്ക് ചിത്ര നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള സ്വഭാവത്തെ ഒന്ന് പറഞ്ഞു പോകാം, അതിനുശേഷം ഫലത്തെ പറയാം. ദുഷ്ടസ്ത്രീഷ്ട ഭാവോ വിവിധോത്സാഹി സുലോചനാംഗശ്ച ചിത്രാംബര മാല്യയുതോ വിദേശവാസി സുഖീച ചിത്രായാം. ചിത്ര നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ദുഷ്ടസ്ത്രീകളിൽ ഇഷ്ടമുള്ളവരായും പാപസ്വഭാവമുള്ളവരായും പല പ്രകാരേണ ഉത്സാഹിക്കുന്നവരായും ഭംഗിയുള്ള കണ്ണുകളും സൗന്ദര്യമുള്ള ശരീരവും വിചിത്ര വസ്ത്രങ്ങളെയും വിശേഷ പുഷ്പമാല്യങ്ങളെയും ധരിക്കുന്നതായും അന്യദേശവാസിയായും സുമുഖനായും ഭവിക്കുമെന്നാണ്. ഇനി നമുക്ക് ചിത്ര നക്ഷത്രക്കാർക്ക് പുതുവർഷം എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. കന്നി, തുലാം എന്നീ രാശികളിലായിട്ട് വിഭജിച്ച് കിടക്കുന്ന മുറി നക്ഷത്രമാണ് ചിത്ര നക്ഷത്രം. 1-2 പാദങ്ങൾ കന്നിക്കൂറിലും 3-4 പാദങ്ങൾ തുലാക്കൂറിലുമായിട്ടാണ് വരുന്നത്. കൊല്ലവർഷം 1201 ആണ്ടിൽ കന്നിക്കൂറുകാരെക്കാൾ ഗുണാധിക്യമുള്ളത് തുലാക്കൂറുകാർക്ക് തന്നെയാണ്. പൊതുവെ ചിത്ര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ന്യായമായിട്ടുള്ള അഭീഷ്ടങ്ങൾ നേടാനാവുന്നതാണ്. മത്സരങ്ങളിലൊക്കെ വിജയശ്രീയിൽ ആളിതരാകുന്നതാണ്. അഭിമുഖത്തിൽ മികച്ച പ്രകടനം നടത്തി ഉദ്യോഗം നേടിയെടുക്കുന്നതാണ്. സംരംഭ കാര്യങ്ങൾക്കൊക്കെ സർക്കാരിൽ നിന്ന് പൊതുവെ അനുമതി നേടിയെടുക്കുന്നതാണ്. പൊതുവെ ഭാഗ്യപുഷ്ടിയുള്ള കാലമായിരിക്കും ഇത്. പല വഴികളിലൂടെ ധനാഗമം ഉണ്ടാകും. പ്രണയിക്കുന്നവർക്ക് വിഘ്നങ്ങളെയൊക്കെ മറികടന്ന് ഒന്നാവാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരുന്ന വർഷമാണ്. തുലാക്കൂറുകാർക്ക് 5-ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മക്കളുടെ കാര്യങ്ങളിൽ ചില ഉത്കണ്ഠകളൊക്കെ ഉണ്ടായി എന്ന് വരാം. 6-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നതുകൊണ്ട് രോഗത്തിൽ നിന്ന് ശാന്തി ഉണ്ടാകുന്നതാണ്. കന്നിക്കൂറുകാരായിട്ടുള്ള ചിത്ര നക്ഷത്രക്കാർക്ക് പ്രതിസന്ധികളെയൊക്കെ പോരാടിക്കൊണ്ട് മുന്നേറാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. നിരുന്മേഷത പൊതുവെ അനുഭവത്തിൽ വരുന്നതാണ്. ചിലപ്പോഴൊക്കെ നിസ്സംഗതയും തോന്നാം. വീട് പുതുക്കാനൊക്കെ ശ്രമിച്ചാൽ അത് ചിലപ്പോൾ തടസ്സങ്ങൾ വന്നേക്കാം. വാഹനം വാങ്ങാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകാം. പ്രണയകാര്യങ്ങളിൽ അല്പം ഉദാസീനത ഉണ്ടായി എന്നും വരാം. വിവാഹമൊക്കെ ആലോചിക്കുന്ന യുവാക്കളെ സംബന്ധിച്ച് വിവാഹാലോചനയൊക്കെ നീളാനൊക്കെയുള്ള സാധ്യതയുണ്ട്. കന്നിക്കൂറുകാർക്ക് പൊതുവെ ജീവിതത്തിൽ സുഖവും സന്തോഷവും ഒക്കെ ഉണ്ടാകും. അതേപോലെ തന്നെ രോഗങ്ങൾ ഉള്ളവർക്ക് രോഗത്തിൽ ശാന്തിയും ഉണ്ടാകാം. തുലാക്കൂറുകാർക്ക് പൊതുവെ ആരോഗ്യത്തിനും സന്താന കാര്യങ്ങളുടെ കാര്യത്തിലും രോഗശാന്തിയുടെ കാര്യത്തിലും ഒക്കെ നല്ല മികച്ച അനുഭവങ്ങൾ ലഭിക്കുന്ന വർഷമാണ്. ഇപ്പോൾ നമുക്ക് ചോതി നക്ഷത്രക്കാരുടെ പുതുവർഷം എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. ആദ്യം നമുക്ക് ചോതി നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷത എന്താണ് എന്ന് നോക്കാം. ദാദാസുഖി തൃഷാലുഹു പ്രിയവാഗ് ധർമാശ്രിത പരാർത്ഥശ്ച ധനവാൻ വിദേശവാസി ബഹുബന്ധു തസ്കരോ ഭവേൽ സ്വാത്യ എന്നാണ്. അതായത് ചോതി നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ദാനം ചെയ്യുന്നവരായും സുഖം അനുഭവിക്കുന്നവരായും ആശയമുള്ളവരായും ഇഷ്ടമുള്ള വാക്കിനെ പറയുന്നവരായിട്ടും ധർമ്മത്തെ ആശ്രയിക്കുന്നവരായും അന്യകാര്യങ്ങളോടും അന്യധനത്തോടും കൂടിയവരായിട്ടും പൊതുവെ ധനവാന്മാരായും അന്യദേശവാസമുള്ളവരായിട്ടും വളരെ ബന്ധുക്കളുള്ളവരായിട്ടും തസ്കരത്വമുള്ളവരായിട്ടും ഭവിക്കുമെന്നാണ്. ഇനി നമുക്ക് ചോതി നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലത്തെ നോക്കാം. ചോതി നക്ഷത്രം തുലാക്കൂറിൽ വരുന്ന നക്ഷത്രമാണ്. ചോതി നക്ഷത്രം ഒരു മുഴു നക്ഷത്രമാണ്. വ്യാഴം 9-ാം ഭാവത്തിലാണ്. ശനി ആകട്ടെ 6-ാം ഭാവത്തിലാണ്. കേതു 11-ലും രാഹു 5-ലുമായിട്ടാണ് നിൽക്കുന്നത്. ഒട്ടുമിക്ക ഗ്രഹങ്ങളും നല്ല ഭാവങ്ങളിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ പൊതുവെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു വർഷമായിരിക്കും ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ പുതുവർഷം. ന്യായമായിട്ടുള്ള ആവശ്യങ്ങളെല്ലാം തന്നെ നിറവേറ്റപ്പെടുന്നതാണ്. തൊഴിലില്ലാത്തവർക്ക് അർഹതയ്ക്കനുസരിച്ചുള്ള തൊഴിൽ ലഭിക്കുന്നതാണ്. പഠന മികവ് പൊതുവെ ഉണ്ടാകുന്നതാണ്. കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഉന്നതമായിട്ടുള്ള അവസരങ്ങൾ തേടി വരുന്നതാണ്. വ്യാപാരം ആരംഭിക്കുവാനും വ്യാപാരത്തിൽ വിജയിക്കുവാനും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. സാമ്പത്തികമായി പൊതുവെ സ്വയം പര്യാപ്തതയിൽ എത്തിച്ചേരാൻ സാധിക്കും. ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും സ്ഥാനമാനങ്ങളൊക്കെ കൈവരിക്കാൻ സാധിക്കുന്നതാണ്. പ്രണയിക്കുന്നവർക്ക് വിവാഹ സാഫല്യം ഉണ്ടാകുന്നതാണ്. പൊതുവെ ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് പുതുവർഷത്തിൽ വിവാഹാലോചനകളൊക്കെ നടക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. വാടക വീട്ടിൽ കഴിഞ്ഞിരുന്നവർക്ക് സ്വന്തം വീട് വാങ്ങി അതിലേക്ക് താമസം മാറ്റാനുള്ള യോഗം ഉണ്ടാകും. പൊതുവെ ഗൃഹാന്തരീക്ഷം പൊതുവെ സമാധാനപ്രദമായിരിക്കും. വാഹനം വാങ്ങാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരും. രാഹു 5-ൽ നിൽക്കുകയാണ്. ഗുണകരമല്ലാത്ത ശാഠ്യവും പിടിവാശിയും ഒക്കെ ഉണ്ടായി എന്ന് വരാം. മനസ്സിനെയും ചിന്തകളെയും പ്രവർത്തനങ്ങളെയും ഒക്കെ ഒന്ന് ഏകോപിപ്പിക്കുക, സ്വസ്ഥമാക്കുക, ശാന്തമാക്കുക. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നിലവിൽ ഉണ്ടായിരുന്നവർക്ക് അതിൽ നിന്നൊക്കെ ആശ്വാസം കണ്ടെത്താൻ സാധിക്കുന്ന സമയമാണ്. കൂടാതെ സഹോദരങ്ങളിൽ നിന്നും സഹായികളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ഒക്കെ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. അതോടൊപ്പം സന്താനങ്ങളെ കൊണ്ട്
ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്, അവരുടെ ഉയർച്ച കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് വിശാഖ നക്ഷത്രക്കാരുടെ കൊല്ലവർഷം 1201 ആണ്ടിന്റെ സമ്പൂർണ്ണ പുതുവർഷ ഫലത്തിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് വിശാഖ നക്ഷത്രക്കാരുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള പൊതു സ്വഭാവത്തെ ഒന്ന് പറഞ്ഞതിന് ശേഷം നക്ഷത്ര ഫലത്തിലേക്ക് കടക്കാം. ഈർഷുർവി ദേശനിരതോ ലുബ്ധോ ദ്യുതിമാൻ ധനാന്യുദ്വാ ഖ്യാതഃ യുദ്ധോത്സുകശ്ച നിപുണോ ദുഷ്പ്രേഷ്യോ ജായതേ വിശാഖായാം. അതായത് വിശാഖ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ഈർഷ്യയും അന്യദേശവാസവും പിശുക്കും കാന്തിയും ധനവും പ്രസിദ്ധിയും ഉള്ളവരായി ഭവിക്കുമെന്നാണ്. കൂടാതെ യുദ്ധത്തിൽ ഉത്സാഹമുള്ളവരായിട്ടും സമർത്ഥരായിട്ടും നികൃഷ്ടമായിട്ടുള്ള ഭൃത്യവേലകളെ പോലും ചെയ്യുന്നവരായിട്ടും ഭവിക്കും എന്നാണ് ഫലം. വിശാഖ നക്ഷത്രം അറിയേണ്ടതെല്ലാം എന്നുള്ള എന്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക. വിശാഖ നക്ഷത്രത്തെ കുറിച്ച് വളരെ വിശദമായി ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഒട്ടേറെ പ്രയോജനം ചെയ്യും. ഇനി നമുക്ക് കൊല്ലവർഷം 1201 ആണ്ട് വിശാഖ നക്ഷത്രക്കാർക്ക് എങ്ങനെ ഉണ്ടാകും എന്ന് പരിശോധിക്കാം. തുലാം വൃശ്ചികം രാശികളിലായിട്ടാണ് വിശാഖ നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത്. തുലാക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ 3/4 ഭാഗവും വൃശ്ചികക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ 4-ാം പാദവും മാത്രമാണ്. തുലാക്കൂറുകാരായിട്ടുള്ള വിശാഖ നക്ഷത്രക്കാർക്ക് കൂടുതൽ അനുകൂലമായിട്ടുള്ള വർഷമാണ് വരുന്നത്. പൊതുവെ വിശാഖ നക്ഷത്രക്കാർക്ക് ഭാഗ്യപുഷ്ടി ഉണ്ടാകുന്ന സമയമാണ്. തൊഴിലിലൊക്കെ മുന്നേറ്റം ഉണ്ടാകാൻ സാധിക്കുന്ന സമയമാണ്. ബാങ്കിൽ നിന്നുമൊക്കെ വായ്പ അനായാസം ലഭിക്കുന്നതാണ്. ചിട്ടി, നറുക്കെടുപ്പ്, ഇൻഷുറൻസ് മുതലായവയിൽ നിന്നൊക്കെ ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിദ്യാഭ്യാസ കാര്യത്തിനായി വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും അനുകൂലമായിട്ടുള്ള വർഷമാണ്. തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന പ്രവാസികൾക്ക് അതൊക്കെ പരിഹാരം കാണാൻ സാധിക്കുന്ന വർഷമാണ്. 5-ാം ഭാവത്തിൽ രാഹു നിൽപ്പുണ്ട്. അത് ചിലപ്പോൾ തുലാക്കൂറുകാരെ ആശയക്കുഴപ്പം ഉണ്ടാക്കിച്ചേക്കാം. വൃശ്ചികക്കൂറുകാർക്കും അതേ പ്രശ്നം തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 5-ൽ ശനി നിൽപ്പുണ്ട്. ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വേണമോ വേണ്ടയോ എന്ന് ചിന്തിച്ച് വലയാനുള്ള സാഹചര്യം ഉണ്ടാകും. മനസ്സിന് ചില അസ്വസ്ഥതകളും ഉണ്ടായേക്കാം. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് വീട്ടിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം. വാടക വീട്ടിലൊക്കെ താമസിക്കുന്നവർക്ക് വീട് മാറേണ്ട സാഹചര്യങ്ങളും വന്നേക്കാം. വിശാഖ നക്ഷത്രക്കാരെ സംബന്ധിച്ച് സന്താനങ്ങളുടെ ശാഠ്യവും ശീലങ്ങളും ഒക്കെ ചില വിഷമങ്ങൾ സൃഷ്ടിച്ചേക്കാം. ബന്ധുക്കളുമായി വിരോധം ഉണ്ടാകാനുമുള്ള സാഹചര്യം ഉണ്ടാകാം. ശാസ്ത്രീയ മേഖലകളിലൊക്കെ തൊഴിൽ ചെയ്യുന്നവർക്ക് അവരുടെ മുന്നേറ്റം വളരെ മന്ദഗതിയിലാകുന്നതാണ്. അതേപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ചിന്തകളും പുതിയ പ്രേമബന്ധങ്ങളും ഒക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. വിശാഖ നക്ഷത്രക്കാരായിട്ടുള്ള വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ഭാഗ്യത്തിന്റെ സമയമാണ്. ദൈവാധീനം കൂടെ ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ നമുക്ക് അനിഴം നക്ഷത്രക്കാരുടെ കൊല്ലവർഷം 1201 ആണ്ടിന്റെ സമ്പൂർണ്ണ പുതുവർഷ ഫലത്തെ പരിശോധിക്കാം. ആദ്യം നമുക്ക് അനിഴ നക്ഷത്രക്കാരുടെ പൊതുഫലം ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള ശ്ലോകത്തെ അടിസ്ഥാനമാക്കി ഒന്ന് പ്രതിപാദിക്കാം. ക്ഷുതൃഷ്ണ ആർത്തോ രോഗി ദയാപരോ ധർമ്മ സംസ്കൃത സുഭഗ അടനോ വിദേശവാസി മൈത്രഷേ ജായതേ ഹാഠ്യ. അതായത് അനിഴ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ അധികമായിട്ടുള്ള വിശപ്പും ദാഹവും ഉള്ളവരായിരിക്കും. കൂടാതെ രോഗിയായും ഭൂതദയുള്ളവരായും ധർമ്മിഷ്ഠത്വവും സുഭഗത്വവും സഞ്ചാരശീലവും ഉള്ളവരായും ഭവിക്കുമെന്നാണ്. കൂടാതെ അന്യദേശവാസിയായിട്ടും ആഢ്യത്വമുള്ളവരായിട്ടും ഭവിക്കുമെന്നാണ്. ഇനി നമുക്ക് അനിഴ നക്ഷത്രക്കാരെ കുറിച്ച് അറിയേണ്ടതെല്ലാം എന്നുള്ള വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക. അനിഴ നക്ഷത്രത്തെ കുറിച്ച് 2 ഭാഗങ്ങളായിട്ട് ആ വീഡിയോയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നല്ല അറിവ് നൽകും. നമുക്കിപ്പോൾ അനിഴ നക്ഷത്രക്കാരുടെ പുതുവർഷം എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ച് 8ഉം 9ഉം ഭാവങ്ങളിലായിട്ടാണ് വ്യാഴം ഗോചരത്തിൽ സഞ്ചരിക്കുന്നത്. 4-ൽ രാഹുവും 5-ൽ ശനിയും വർഷം മുഴുവനുമുണ്ട്. കേതുവാകട്ടെ 10-ാം ഭാവത്തിലാണ്. അതുകൊണ്ട് തന്നെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള വർഷമാണ്. എന്നാൽ ദോഷാധിക്യമാണ് കൂടുതലായി പറയേണ്ടത്. അനായാസമായി നേരിടേണ്ടത് പ്രയാസത്തിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ. കഠിന പ്രയത്നം ആവശ്യമാണ് എന്നർത്ഥം. കടം വാങ്ങിയൊക്കെ ബിസിനസ്സിൽ നിക്ഷേപിച്ച് കർമ്മമേഖലയിൽ പുരോഗതി കൊണ്ടുവരാൻ ശ്രമിക്കാതിരിക്കുക. അന്യനാട്ടിലൊക്കെ പഠനത്തിനും തൊഴിൽ കാര്യത്തിനുമായി പോകാനുള്ള സാഹചര്യങ്ങളും വന്നേക്കാം. യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെ സ്വപ്ന ലോകത്ത് ജീവിക്കാനുള്ള പ്രയത്നം ചെയ്തേക്കാം. വിശ്വസ്തരെന്ന് കരുതിയിരുന്ന സുഹൃത്തുക്കൾ ഉപജാപം നടത്തുന്നതിന് നേതൃത്വം നൽകാം. പ്രാധാന്യമുള്ള രേഖകൾ, പ്രമാണങ്ങൾ ഇവ നഷ്ടപ്പെടാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കരുതലെടുക്കുക. വീട് നിർമ്മാണ ആവശ്യങ്ങൾക്കൊക്കെ പണം കണ്ടെത്താൻ അല്പം വിഷമം ഉണ്ടാകാം. വാഹനം ഉപയോഗിക്കുമ്പോൾ നല്ല ജാഗരൂകരായി കൈകാര്യം ചെയ്യുക. അർഹതയുള്ള വിവാഹബന്ധമൊക്കെ ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർ അതിനായിട്ടുള്ള പരിശ്രമം നടത്തുക. അനുകൂല സമയം തന്നെയാണ്. പൊതുവെ സാമ്പത്തിക അച്ചടക്കം അനിഴ നക്ഷത്രക്കാർക്ക് അനിവാര്യമാണ്. വ്യാഴം 2-ാം ഭാവത്തിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഭാവാധിപനായിട്ടുള്ള വ്യാഴത്തിന്റെ ദൃഷ്ടി
സാമ്പത്തികമായിട്ട് അനുകൂല ഫലത്തെ നൽകും. അതേപോലെ തന്നെ ജീവിതത്തിൽ സുഖവും സന്തോഷവും ഒക്കെ ലഭിക്കുന്നതിനും വ്യാഴത്തിന്റെ ദൃഷ്ടി സഹായകരമാണ്. ഇപ്പോൾ നമുക്ക് തൃക്കേട്ട നക്ഷത്രക്കാരുടെ കൊല്ലവർഷം 1201 സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലം പറയാം. ആദ്യം നമുക്ക് തൃക്കേട്ട നക്ഷത്രക്കാരുടെ സ്വഭാവത്തെക്കുറിച്ച് ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഒന്ന് പരിശോധിക്കാം. സന്തുഷ്ടോ ധർമ്മപരശ്ചണ്ഡ ക്രോധ്യൽപ ബന്ധുരതി തേജാഹ ഗണനാഥോ നൃപതീഷ്ട ചക്രോടുനി ജായതേ മഹാബുദ്ധി. അതായത് തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സന്തുഷ്ടിയും സംതൃപ്തിയും ധർമ്മകാര്യങ്ങളിൽ താല്പര്യമുള്ളവരായും ഭവിക്കും. കൂടാതെ ഏറ്റവും ക്രൗര്യവും കോപവും ഉള്ളവരായും ഭവിക്കും എന്നാണ്. കൂടാതെ ബന്ധുക്കൾ കുറഞ്ഞതായും തേജസ്വിയായിട്ടും ഭവിക്കും. സംഘടനകളിലേക്ക് നേതൃസ്ഥാനത്തിലെത്തുകയും രാജപ്രധാനിയായിട്ടും രാജസമ്മതനായിട്ടും ബുദ്ധിമാനായിട്ടും ഭവിക്കും എന്നാണ്. ഇനി നമുക്ക് കൊല്ലവർഷം 1201 തൃക്കേട്ട നക്ഷത്രക്കാർക്ക് എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. വ്യാഴം 8ഉം 9ഉം ഭാവങ്ങളിലായിട്ടാണ് ഗോചരത്തിൽ സഞ്ചരിക്കുന്നത്. ശനി 5ലാണ്, രാഹു 4ലും കേതു 10ലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ഭാഗ്യാനുഭവങ്ങൾ ചിലപ്പോൾ മറഞ്ഞും തെളിഞ്ഞും സംഭവിക്കുന്നതാണ്. വെല്ലുവിളികൾ നിറഞ്ഞ ചുമതലകളൊക്കെ ധൈര്യപൂർവ്വം ഏറ്റെടുക്കുന്നതാണ്. അന്യനാട്ടിലേക്കൊക്കെ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് പഠിപ്പിനനുസരിച്ചുള്ള തൊഴിൽ ലഭിക്കുന്നതാണ്. വൈകിയാണെങ്കിലും തങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർ മനസ്സിലാക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. കുടുംബത്തിൽ നിന്ന് സ്വീകാര്യത പൊതുവെ കൈവരിക്കാൻ സാധിക്കുന്നതാണ്. സ്വന്തമായി കമ്പനി സ്ഥാപനങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. 4ൽ രാഹുവും 5ൽ ശനിയുമായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ മനഃശക്തിക്ക് കുറവ് വരാം. വീട് വാങ്ങുക, വീട് നിർമ്മിക്കുക തുടങ്ങിയ കാര്യങ്ങളിലും തടസ്സങ്ങൾ ഉണ്ടാകാം. വാഹനം വാങ്ങുക, വാഹനം കൈകാര്യം ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലും തടസ്സങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാം. സന്താനങ്ങളുടെ പ്രവർത്തനങ്ങൾ അല്പം ദുരൂഹമായി അനുഭവപ്പെട്ടേക്കാം. തന്മൂലം മാനസികമായി വിഷമതകൾ ഉണ്ടാകുന്നതുമാണ്. പ്രേമബന്ധത്തിലൊക്കെ കൂടുതൽ ഐക്യം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. വിവാഹാലോചനയൊക്കെ നടക്കുന്നവർക്ക് വിവാഹ തീരുമാനത്തിൽ അല്പം വൈകുന്ന അവസ്ഥ ഉണ്ടായേക്കാം. ചിങ്ങം, കന്നി, ധനു, മകരം, മേടം, കർക്കിടകം എന്നീ മാസങ്ങൾ പൊതുവെ തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് ശുഭഫലങ്ങൾ നൽകുന്ന മാസങ്ങളാണ്. ഇപ്പോൾ നമുക്ക് മൂലം നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലത്തെ ഒന്ന് പരിശോധിക്കാം. ആദ്യം നമുക്ക് മൂലം നക്ഷത്രക്കാരുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള പൊതു സ്വഭാവത്തെ ഒന്ന് അറിഞ്ഞതിന് ശേഷം നക്ഷത്രഫലത്തിലേക്ക് കടക്കാം. മാനി ധനി സുഖാഠ്യോ വ്യാധി പ്രായോധി തസ്കര സുഭഗഃ ചലചിത്തശ്ച ചലചേഷ്ടോ മൂലോ അൽപ്പന്ന സ്വതന്ത്രകോ ഭവതി എന്നാണ്. അതായത് മൂലം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ അഭിമാനവും ധനവും സുഖവും ഉള്ളവരായി ഭവിക്കും. കൂടാതെ രോഗപീഡിതരായിട്ടും തസ്കരത്വം ഉള്ളവരായിട്ടും സുഭകരായിട്ടും മനസ്സിനും പ്രവർത്തിക്കും ചാഞ്ചല്യമുള്ളവരായിട്ടും സ്വാതന്ത്ര്യ പ്രകൃതി ഉള്ളവരായിട്ടും ഭവിക്കുമെന്നാണ്. ഇനി നമുക്ക് മൂലം നക്ഷത്രക്കാരുടെ കൊല്ലവർഷം 1201 സമ്പൂർണ്ണ പുതുവർഷ ഫലത്തെ ഒന്ന് പരിശോധിക്കാം. കൊല്ലവർഷം 1201 മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വ്യാഴം 7ലും 8ലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ശനിയാകട്ടെ 4ലും, രാഹു ആകട്ടെ 3ലും, കേതു 9ലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. രാഹുകേതുക്കൾക്കും ശനിക്കും രാശിമാറ്റമില്ലാത്ത വർഷമാണ്. പലതരത്തിലുള്ള നേട്ടങ്ങൾ വന്നെത്തുന്ന സമയം തന്നെയാണ് മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ച്. പ്രവർത്തന മേഖല വിപുലീകരിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് സക്രിയമാകാനും ആദരവുകൾ നേടിയെടുക്കാനും സാധിക്കുന്നതാണ്. തൊഴിൽ നേടുന്നവർക്ക് അത് വിദേശത്താണെങ്കിലും സ്വദേശത്താണെങ്കിലും തൊഴിലൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ഭൂമി സംബന്ധമായിട്ട് കൃഷി, വാടക തുടങ്ങി ഇത്യാദിയായിട്ടുള്ള ആദായങ്ങളൊക്കെ ലഭിച്ച് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതാണ്. കൂട്ടുകച്ചവടങ്ങളൊക്കെ നടത്തുന്നവർക്ക് അതിൽ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ഉപജാപകാരങ്ങളും ദുഷ്പ്രചരണങ്ങളെയൊക്കെ അതിജീവിച്ച് മുന്നേറേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളും വന്നേക്കാം. പുതിയ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതിൽ അല്പം കാലതാമസം ഉണ്ടായേക്കാം. പൊതുവെ എല്ലാ കാര്യത്തിലും തടസ്സങ്ങൾ ഉണ്ടാകാം. അതൊക്കെ അതിജീവിച്ച് മുന്നേറേണ്ടതായിട്ടുണ്ട്. കണ്ടകശനിക്കാലമാണ്. 4ാം ഭാവത്തിലാണ് ശനി സഞ്ചരിക്കുന്നത്. സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളൊക്കെ വാങ്ങാനും പ്രത്യേകിച്ച് വാഹനങ്ങളൊക്കെ വാങ്ങാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. പുതിയ പ്രണയാനുഭവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. അത് ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചേക്കാം. അവിവാഹിതരായിട്ടുള്ളവർക്ക് വിവാഹ കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കാൻ സാധിക്കുന്നതാണ്. കടബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നവർക്ക് അതൊക്കെ പരിഹരിക്കാനുള്ള സാധ്യതകളും വന്നു ചേരും. ചിങ്ങം, കന്നി, തുലാം, കുംഭം, മേടം, ഇടവം എന്നീ മാസങ്ങൾ അനുകൂല മാസങ്ങളാണ്. ഇപ്പോൾ നമുക്ക് പൂരാട നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ പുതുവർഷ ഫലത്തെ ഒന്ന് പരിശോധിക്കാം. ആദ്യം നമുക്ക് പൂരാട നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവത്തെ ഒന്ന് പരിശോധിക്കാം. ദൃഢ സൗഹൃദോ വിനീതോ ബഹുപ്രജാവാൻ
ഗുണേശ്വരോ ധീമാൻ ഇഷ്ടാനന്ദ കളത്രോ ഭോഗി നൃപസൽകൃതശ്ച ജലദേവേ. അതായത് പുരാണ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ നല്ല ബന്ധുത്വമുള്ളവരായും വിനീതരായും വളരെ സന്താനങ്ങളും സംഘാധിപത്യവും ബുദ്ധിസാമർഥ്യവും ഉള്ളവരായിട്ടും ഇഷ്ടാനുസരണം ആനന്ദിക്കത്തക്ക ഭാര്യയോട് കൂടിയവരായിട്ടും അഥവാ കളത്രത്തോടു കൂടിയവരായും ഭോഗസുഖവും രാജസമ്മാനവും ലഭിക്കുന്നവരായും ഭവിക്കും എന്നാണ്. ഇനി നമുക്ക് കൊല്ലവർഷം 1201 ആണ്ടിൽ പുരാണ നക്ഷത്രക്കാർക്ക് എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. വ്യാഴം 7-ലും 8-ലുമായിട്ട് സഞ്ചരിക്കുകയാണ്. ശനി 4-ൽ കണ്ടകശനിയായി തുടരുകയാണ്. രാഹു 3-ലും കേതു 9-ലുമായിട്ടാണ് വരുന്നത്. പൊതുവെ അനുകൂലമായിട്ടുള്ള വർഷം തന്നെയാണ് പുരാണ നക്ഷത്രക്കാരെ സംബന്ധിച്ച് കൊല്ലവർഷം 1201 ആണ്ട്. ജീവിതത്തിൽ മുന്നേറാൻ നിരവധി അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. എന്നാൽ കണ്ടകശനി ആയതുകൊണ്ട് തന്നെ തടസ്സങ്ങളെയെല്ലാം അതിജീവിക്കേണ്ടതായിട്ടുണ്ട്. തൊഴിൽ നേടുന്നവർക്ക് കഴിവിനൊത്ത ഉപജീവന മാർഗം തെളിഞ്ഞു വരുന്നതാണ്. സ്വന്തം ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് അത് വിപുലീകരിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ബാങ്ക് വായ്പകളൊക്കെ ആവശ്യമുള്ളവർക്ക് അതിനുള്ള സാഹചര്യങ്ങളും വന്നു ചേരുന്നതാണ്. എന്നാൽ പുതിയ വീടൊക്കെ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അക്കാര്യത്തിൽ തടസ്സങ്ങൾ വന്നു ചേരാം. പലപ്പോഴും മനസ്സ് മടക്കുന്ന അവസ്ഥയും ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ പരിശ്രമവും തുടർ പ്രവർത്തനങ്ങളും നിർബന്ധമായും ചെയ്യേണ്ടതായിട്ടുണ്ട്. വാഹനം ഉപയോഗിക്കുന്നവർ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട സമയമാണ്. വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ ഒക്കെ ആവശ്യമായി വന്നേക്കാം. രോഗം മൂലം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പുരാണ നക്ഷത്രക്കാരെ സംബന്ധിച്ച് തുടർ ചികിത്സയിലൂടെ അതിൽ നിന്ന് ആശ്വാസം നല്ല രീതിയിൽ ലഭിക്കുന്നതാണ്. പൊതുവെ ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കുന്നതാണ്. 7-ലെ വ്യാഴം അനുരാഗ കാര്യത്തിലോ വിവാഹ കാര്യത്തിലോ ഒക്കെ അനുകൂല സാഹചര്യം ഒരുക്കുന്നതാണ്. പുതിയ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരും. പൊതുവെ എല്ലാ ആൾക്കാർക്കും ദാമ്പത്യ ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാകുന്ന സമയമാണ്. വിദേശയാത്രയൊക്കെ ആഗ്രഹിക്കുന്ന പുരാണ നക്ഷത്രക്കാർക്ക് അതിനും സാധിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഉത്രാട നക്ഷത്രക്കാരുടെ കൊല്ലവർഷം 1201 ആണ്ടിന്റെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലത്തെ പരിശോധിക്കാം. ആദ്യം നമുക്ക് ഉത്രാട നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവം ഒന്ന് പരിശോധിച്ചു പോകാം. ഹാസ്യപ്രിയോ വിനീതോ ബഹുമിത്ര ക്ലേശവാൻ കൃതജ്ഞശ്ച അടനോ ബലവാൻ സുഭഗോ വിനയ ദയാധർമ്മവാൻ സ്തതം വൈശ്യേ എന്നാണ്. അതായത് ഉത്രാട നക്ഷത്രത്തിൽ ജനിക്കുന്നവർ പരിഹാസത്തിലോ ഹാസ്യ രൂപത്തിലോ പ്രിയത്വവും സുശിക്ഷത്വവും ഉള്ളവരായിരിക്കും. കൂടാതെ വളരെ ക്ലേശങ്ങൾ ഉണ്ടാകുകയും ബന്ധുക്കൾ ഉണ്ടാകുകയും ഉപകാര സ്മരണയുള്ളവരായിട്ടും സഞ്ചാരികളായിട്ടും സൗന്ദര്യമുള്ളവരായിട്ടും ബലവാന്മാരായും വിനയമുള്ളവരായും ദയുള്ളവരായും ധർമ്മമാർഗത്തിൽ സഞ്ചരിക്കുന്നവരായും ഭവിക്കുമെന്നാണ്. ഇനി നമുക്ക് കൊല്ലവർഷം 1201 ആണ്ട് ഉത്രാട നക്ഷത്രക്കാർക്ക് എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. ഉത്രാട നക്ഷത്രത്തിന്റെ 1-ാം പാദം ധനുക്കൂറിലും ബാക്കി 3 പാദങ്ങളും മകരക്കൂറിലുമായിട്ടാണ് വരുന്നത്. ധനുക്കൂറുകാരായിട്ടുള്ള ഉത്രാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് വ്യാഴത്തിന്റെ ആനുകൂല്യം കൂടുതലായിട്ട് ലഭിക്കുന്ന വർഷമാണ്. അഭീഷ്ടമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ വർഷം കൂടുതലായിട്ട് നിറവേറ്റാൻ സാഹചര്യം ഉണ്ടാകുന്നതാണ്. പൊതുവെ ഉത്രാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് കൊല്ലവർഷം 1201 ആണ്ട് പുതിയ തൊഴിലിലൊക്കെ പ്രവേശിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. രാഷ്ട്രീയത്തിലൂടെ അധികാര ലബ്ധി ഉണ്ടാകുന്നതാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് ലാഭം വർദ്ധിക്കുന്ന സമയമാണ്. കാലത്തിന്റെ മാറ്റങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് സ്വയം മുന്നേറാനും മാറ്റങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങളും മനസ്സും ഉത്രാട നക്ഷത്രക്കാർ പുതുവർഷത്തിൽ പ്രകടമാക്കുന്നതാണ്. ധനുക്കൂറുകാരായിട്ടുള്ള ഉത്രാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് കണ്ടകശനിക്കാലമാണ്. അതുകൊണ്ട് തന്നെ ചില തടസ്സങ്ങളൊക്കെ നേരിടാനും സാഹചര്യമുണ്ട്. എന്നാൽ മകരക്കൂറുകാർക്ക് ആ തടസ്സങ്ങൾ ഉണ്ടാകണമെന്നില്ല. അധ്വാന ഭാരം പൊതുവെ വർദ്ധിപ്പിച്ചേക്കാം. പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കാൻ അനേകം കടമ്പകൾ കടന്നു വേണം മുന്നോട്ട് പോകാനായിട്ട്. വീട് നിർമ്മിക്കാനും വീടിന്റെ അറ്റകുറ്റപ്പണികളൊക്കെ പൂർത്തീകരിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ്. സ്ഥിര വളർച്ച എന്നത് അല്പം ഒന്ന് മെല്ലെ പോയേക്കാമെങ്കിലും അത് വളരെയേറെ ഭാവിയിലേക്ക് സുരക്ഷിതമായി സ്ഥിരമായി ലഭിക്കുന്നതിന് വേണ്ട സാഹചര്യങ്ങളും ഉണ്ടാകുന്നതാണ്. പ്രണയകാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്നവർക്ക് വിഘ്നങ്ങൾ സംഭവിക്കാം. വേർപിരിയലുകൾ ഉണ്ടാകാം. അതിന്റെ മനോവിഷമവും ഉണ്ടാകാം. വരുമാന മാർഗങ്ങളൊക്കെ ഉയരുമെങ്കിലും ചെലവുകൾ വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ലാഭവിഹിതത്തിൽ അല്ലെങ്കിൽ മിച്ചം പിടിക്കുന്നതിൽ കുറവുകൾ വന്നേക്കാം. എന്നിരുന്നാലും ഉത്രാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് പല മനോകാമനകളും പൂർത്തിയാകാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. ഇപ്പോൾ നമുക്ക് തിരുവോണ നക്ഷത്രക്കാരുടെ കൊല്ലവർഷം 1201 ആണ്ട് എങ്ങനെ ഉണ്ടാകും എന്നുള്ള സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് തിരുവോണ നക്ഷത്രക്കാരെ കുറിച്ച് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള പൊതുഫലത്തെ ഒന്ന് പറഞ്ഞിട്ട് കൂടുതലായി പ്രതിപാദിക്കാം. ശ്രുതവാൻ വിദേശവാസി
ദാതാ സുകളത്ര വിത്ത വിഖ്യാതക അടനഹ ശ്രീമാൻ ധീമാൻ വ്യയഭാരാർത്ഥോ വിഭു ശ്രവണജാതക എന്നാണ്. അതായത് തിരുവോണ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ശാസ്ത്രജ്ഞരായും അന്യദേശത്ത് താമസിക്കുന്നവരായും ദാനം ചെയ്യുന്നവരായും സൗന്ദര്യ ഗുണമുള്ള ഭാര്യയോ ഭർത്താവിനെയോ ലഭിക്കുന്നവരായും സമ്പത്തും പ്രസിദ്ധിയും ഉള്ളവരായും സഞ്ചാരിയായും ബുദ്ധിയും വിദ്യയും ഉള്ളവരായും അധികമായി ചെലവ് ചെയ്യുന്നവരായും ഭവിക്കുമെന്നാണ്. ഇനി നമുക്ക് തിരുവോണ നക്ഷത്രക്കാരുടെ പുതുവർഷം കൊല്ലവർഷം 1201 എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. തിരുവോണ നക്ഷത്രം മകരക്കൂറിൽ വരുന്ന നക്ഷത്രമാണ്. വ്യാഴം 6ാം ഭാവത്തിലാണ്. വ്യാഴം പൂർണ്ണമായും അനുകൂല ഭാവത്തിലല്ല. ശനി 3ലും രാഹു 2ലും കേതു 8ലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. രാഹു കേതുക്കൾക്കും ശനിക്കും ഈ പുതുവർഷത്തിൽ രാശിമാറ്റമില്ല എന്നുള്ളത് പ്രത്യേകതയാണ്. വ്യാഴം 7ാം ഭാവത്തിലേക്കും ഇടയ്ക്ക് വരുന്നുണ്ട്. മനസ്സിൽ കരുതിയിരുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്ന കാര്യത്തിലൊക്കെ അല്പം വിഘ്നം ഭവിച്ചേക്കാനുള്ള സാഹചര്യമുണ്ട്. ഉദ്യോഗാർത്ഥികളായിട്ടുള്ള തിരുവോണ നക്ഷത്രക്കാർക്ക് തൊഴിൽ ലഭിക്കാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. എന്നാൽ പ്രതീക്ഷിക്കുന്നതിൽ നിന്ന് പദവിയിലോ എന്തെങ്കിലും തരത്തിലോ കുറവുകളും ഉണ്ടായേക്കാം. അന്യനാട്ടിലേക്കൊക്കെ തൊഴിൽ കാര്യത്തിന് പുറപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതിനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. സ്വന്തമായിട്ട് വ്യാപാരമൊക്കെ ചെയ്യുന്നവർക്ക് അതിലൊരു പുരോഗതി ലഭിക്കാത്തതിൽ അല്പം മനസ്സിന് പ്രയാസമുണ്ടാകാൻ സാധ്യതയുണ്ട്. തൊഴിലാളികളുടെയും സഹപ്രവർത്തകരുടെയും ഒക്കെ സഹകരണം തീരെ കുറഞ്ഞു പോകുന്ന അനുഭവങ്ങളും ഉണ്ടാകാം. പൊതുവെ എല്ലാ രംഗത്തും തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ച് മത്സരം കടുത്തതാകും. എല്ലാം പെട്ടെന്ന് ലഭിച്ചുകൊണ്ടിരുന്ന സ്ഥിതിയിൽ നിന്ന് അതൊക്കെ കഠിനമായി നേടിയെടുക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാം. നിരന്തര പ്രയത്നവും ഇച്ഛാശക്തിയും ഒന്നുകൊണ്ട് മാത്രമേ തിരുവോണ നക്ഷത്രക്കാർക്ക് കൊല്ലവർഷം 1201 വിജയ കിരീടം ചൂടാൻ സാധിക്കുകയുള്ളൂ. വയോജനങ്ങളുടെയൊക്കെ പൂർണ്ണ പിന്തുണ ലഭിക്കുന്ന വർഷം കൂടിയാണ്. അതേപോലെ തന്നെ ആരോഗ്യപരമായി തിരക്കേടില്ലാത്ത സമയമാണ് എന്നും പറയണം. വിദ്യാർത്ഥികളായിട്ടുള്ള തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ച് 2ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നത് കൊണ്ട് തന്നെ പഠനത്തിൽ അല്പം വൈകല്യമൊക്കെ ഉണ്ടായേക്കാം. കുടുംബജീവിത കാര്യത്തിൽ സംതൃപ്തി ശരാശരിയിലായിരിക്കും എന്ന് തന്നെ പറയണം. പ്രണയിക്കുന്നവര് പിണങ്ങിയും ഇണങ്ങിയും ഒക്കെ കഴിയേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും. ഫ്ലാറ്റ്, വീട്, ഭൂമി എന്നിവയൊക്കെ വാങ്ങാനുള്ള ശ്രമങ്ങളൊക്കെ വിജയിക്കുന്നതാണ്. എന്നാൽ പരിശ്രമം നന്നായി ചെയ്യേണ്ടതായിട്ട് വരും എന്നർത്ഥം. ഇപ്പോൾ നമുക്ക് അവിട്ട നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലം നോക്കാം. ആദ്യമായി നമുക്ക് അവിട്ട നക്ഷത്രക്കാരുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള പൊതു സ്വഭാവത്തെ ഒന്ന് പറഞ്ഞു പോകാം. അതിനുശേഷം ഫലത്തെ പറയാം. ധനവാൻ ദാതാശൂരോ വിദേശവാൻ നിർഘണശ്ച ധർമ്മിഷ്ഠ ആനൃതികോ വാചാടോ വസുഫേ തൗര്യ തൃഗപ്രിയ ശ്രീമാൻ. അതായത് അവിട്ട നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സമ്പത്തും ഔദാര്യവും ശൂരതയും അന്യദേശവാസവും നിർദ്ദയത്വവും ഉള്ളവരായിട്ടും ധർമ്മിഷ്ഠരായിട്ടും അസത്യപരനായിട്ടും വളരെ പറയുന്നവരായിട്ടും നൃത്ത സംഗീത വാദ്യങ്ങളിൽ പ്രിയമുള്ളവരായും ശ്രീമാനായും ഭവിക്കുമെന്നാണ്. ഇനി നമുക്ക് കൊല്ലവർഷം 1201 അവിട്ട നക്ഷത്രക്കാർക്ക് എങ്ങനെ ഉണ്ടാകും എന്ന് പരിശോധിക്കാം. മകരക്കൂറിലും കുംഭക്കൂറിലുമായിട്ട് വരുന്ന മുറി നക്ഷത്രമാണ് അവിട്ട നക്ഷത്രം. ആദ്യത്തെ 2 പാദങ്ങൾ മകരക്കൂറിലാണ്, 3ഉം 4ഉം പാദങ്ങൾ കുംഭക്കൂറിലാണ്. മകരക്കൂറിനെ സംബന്ധിച്ച് സമ്മിശ്ര ഫലങ്ങളാവും ഉണ്ടാകുക. എന്നാൽ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് കുറച്ചുകൂടി മെച്ചമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകാം. മകരക്കൂറുകാർക്ക് വ്യാഴം 6ലും 7ലുമായിട്ടാണ് വരുന്നത്. രാഹു 2ലും ശനി 3ലും കേതു 8ലുമായിട്ടാണ് വരുന്നത്. എന്നാൽ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം 5ലും ശനി 2ലും കേതു 7ലും രാഹു ജന്മരാശിയിലുമാണ്. ഉദ്യോഗ കയറ്റമൊക്കെ പ്രതീക്ഷിക്കുന്നവർക്ക് വർഷത്തിന്റെ അവസാന ഭാഗം വരെ കാത്തിരിക്കേണ്ട അവസ്ഥ വന്നേക്കാം. ഇഷ്ടദിക്കിലേക്കൊക്കെ സ്ഥലമാറ്റം വാങ്ങുന്നതിന് തടസ്സങ്ങൾ വന്നു എന്നും വരാം. പൊതുവെ എല്ലാ കാര്യത്തിലും രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായേക്കാം. ആലസ്യം പ്രവർത്തനങ്ങളെ ബാധിക്കാതിരിക്കാൻ അവിട്ട നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്. പെട്ടെന്ന് മനസ്സ് തളർച്ചയിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. ആരോഗ്യത്തിന് പ്രശ്നമുണ്ട് എന്നുള്ള തോന്നൽ പിടിപെടാനുള്ള മാനസികാവസ്ഥയിലെത്താം. ഊഹക്കച്ചവടത്തിലൊക്കെ ഇടപെടാതിരിക്കുക, അതൊക്കെ ധനനഷ്ടത്തിന് സാഹചര്യം ഉണ്ടാക്കിയേക്കാം. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഭാഗ്യാനുഭവങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. പൊതുവെ കുടുംബത്തിന്റെ പിന്തുണ കിട്ടുന്ന സമയമാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് മനസ്സിന് ചാഞ്ചല്യം ഉണ്ടാകാൻ സാധ്യത കുറവാണ്. ഉറച്ചു നിൽക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. തൊഴിലിൽ പ്രമോഷൻ, വേതന വർധനവ് ഇവയൊക്കെ പ്രതീക്ഷിക്കാവുന്നതുമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഒട്ടൊക്കെ ഒന്ന് നിയന്ത്രിതമാകുന്നതാണ്. പ്രണയിക്കുന്നവർക്ക് അവരുടെ പ്രണയം വിവാഹത്തിലേക്ക് എത്തിച്ചേരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. സന്താനങ്ങളില്ലാത്ത
അവിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് സന്താന ഭാഗ്യം കൈവരുന്നതാണ്. ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ പൊതുവെ മെച്ചപ്പെടുന്നതാണ്. ഇപ്പോൾ നമുക്ക് ചതയ നക്ഷത്രക്കാരുടെ കൊല്ലവർഷം 1201 എങ്ങനെ ഉണ്ടാകും എന്നുള്ള വിഷയത്തിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ചതയ നക്ഷത്രക്കാരുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള പൊതു സ്വഭാവത്തെ ഒന്നറിയാം. മുഖരോ ധൂർത്തോ വന്ദ്യോ ഗുണീധരി ശത്രുഹ വിഷമശീല കൃപണോ വിശാലനേത്രോ വ്യസനി വരുണുജശ്ച സാഹസിക. അതായത് ചതയ നക്ഷത്രത്തിൽ ജനിച്ചവർ വളരെയേറെ സംസാരിക്കുന്നവരായിട്ടും ധൂർത്തരായിട്ടും വന്ധ്യതയുള്ളവരായിട്ടും അനേകം ഗുണങ്ങളും ധനവും ഉള്ളവരായിട്ടും ശത്രുക്കളെ ജയിക്കുന്നവരായിട്ടും വിഷമ പ്രകൃതിയുള്ളവരായിട്ടും പിശുക്കരായിട്ടും വിസ്താരമേറിയ കണ്ണുകൾ ഉള്ളവരായിട്ടും വ്യസനവും സാഹസികത്വവും ഉള്ളവരായിട്ടും ഭവിക്കും എന്നാണ്. ഇനി നമുക്ക് കൊല്ലവർഷം 1201 ചതയ നക്ഷത്രക്കാർക്ക് എങ്ങനെ ഉണ്ടാകും എന്ന് പരിശോധിക്കാം. വ്യാഴം 5ലും 6ലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. രാഹു ജന്മരാശിയിലാണ്. കേതു ആകട്ടെ 7ാം രാശിയിലും ശനി 2ലുമായിട്ടാണ് പുതുവർഷത്തിൽ പ്രധാന ഗ്രഹങ്ങളുടെ ഗോചരസ്ഥിതി. 7ാം ശനി അവസാനത്തെ 2.5 വർഷക്കാലത്തിലേക്ക് കടക്കുകയാണ്. രാഹു ആകട്ടെ ജന്മരാശിയിൽ പൂരിട്ടാതിയിലാണ്. വൃശ്ചിക മാസത്തിന് ശേഷം ചതയ നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതുമാണ്. ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. അതേസമയം ഒപ്പം പ്രതിസന്ധികളും ഉണ്ടായേക്കാം. വർഷഫലം പൊതുവെ ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് സമ്മിശ്രമായിരിക്കും. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. ഓരോ ചുവടുവെപ്പിലും നല്ല കരുതൽ ഉണ്ടാകണം എന്നർത്ഥം. കൃത്യനിഷ്ഠയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്ന ശീലം കുറയാൻ പാടില്ല. ഉദ്യോഗസ്ഥരായിട്ടുള്ളവർക്ക് തൊഴിലിടത്തിൽ സ്വാധീനം വർദ്ധിക്കുന്ന സമയമാണ്. സംഘടനകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് തങ്ങളുടെ വാക്കിന് വില കിട്ടുന്നതാണ്. പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ശമ്പള വർധനവോ മറ്റ് ആനുകൂല്യങ്ങളോ ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികളായിട്ടുള്ള ചതയ നക്ഷത്രക്കാർക്ക് ആശിച്ച രീതിയിൽ ഉപരിപഠനം പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ്. വലിയ തീർത്ഥയാത്രകളൊക്കെ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. മാതാപിതാക്കളെയും പൊതുവെ കുടുംബാംഗങ്ങളെയും ഒക്കെ തൊഴിൽ സ്ഥലത്തേക്ക് ഒപ്പം കൂട്ടിക്കൊണ്ടുപോയി താമസിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. പ്രണയ സാഫല്യമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ സാഹചര്യം ഉണ്ടാകുന്നതാണ്. അതേപോലെ തന്നെ സന്താന പ്രാപ്തി ആഗ്രഹിക്കുന്നവർക്കും സന്താനങ്ങളെ ലഭിക്കുന്നതാണ്. പുതിയ വീട് പണിയൊക്കെ തുടർന്നുകൊണ്ടിരിക്കുന്നവർക്ക് ആ പണികളൊക്കെ പതുക്കെ കാലതാമസം ഉണ്ടാകാനും അത് നീണ്ടുപോകാനുമുള്ള സാഹചര്യങ്ങളുണ്ട്. ആരോഗ്യപരമായി വിഷമതകൾ ഉണ്ടായിരുന്നവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള പനി, ജലദോഷം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. എന്നിരുന്നാലും വ്യാഴത്തിന്റെ ദൃഷ്ടിയുണ്ട്. അതിനെ എല്ലാം ഇല്ലാതാക്കി ആരോഗ്യം നേടിയെടുക്കാൻ സാധിക്കുന്നതുമാണ്. ഇപ്പോൾ നമുക്ക് പൂരിട്ടാതി നക്ഷത്രക്കാരുടെ കൊല്ലവർഷം 1201 എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. അതിനു മുമ്പ് പൂരിട്ടാതി നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെ ഒന്ന് പറഞ്ഞു പോകാം. സ്ത്രീണാം ഇഷ്ട സുഭഗോ ദുഃഖി ഭോഗി സുഖി നൃപാപ്ത ധനഃ ക്ഷുദ്രോ വിവാദ വിജയി ദീർഘായു പൂർവ ഭാദ്രപജസ്യാൽ. അതായത് പൂരിട്ടാതി നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സ്ത്രീകൾക്ക് ഇഷ്ടനായിട്ടും സുഭഗനായിട്ടും ഇടവിട്ട് സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നവരായിട്ടും ഭോഗസുഖമുള്ളവരായിട്ടും രാജാവിങ്കൽ നിന്ന് ലഭിക്കപ്പെട്ട ധനത്തോടു കൂടിയവരായിട്ടും ദുഷ്ടരായിട്ടും വിവാദത്തിൽ ജയിക്കുന്നവരായിട്ടും ദീർഘായുസുള്ളവരായിട്ടും ഭവിക്കുമെന്നാണ്. ഇനി നമുക്ക് കൊല്ലവർഷം 1201 പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. പൂരിട്ടാതി നക്ഷത്രം കുംഭം, മീനം എന്നീ 2 രാശികളിലായിട്ട് വരുന്ന മുറി നക്ഷത്രമാണ്. കുംഭക്കൂറിൽ വരുന്നത് 1, 2, 3 എന്നീ പാദങ്ങളാണ്. മീനക്കൂറിലാകട്ടെ 4ാം പാദം മാത്രമാണ് വരുന്നത്. 7 ശനിക്കാലം തുടരുകയാണ്. അതുകൊണ്ട് തന്നെ എന്ത് കാര്യങ്ങൾ നേടിയെടുക്കാനും കഠിനാധ്വാനം വേണ്ട സാഹചര്യം വന്നേക്കാം. വ്യാഴം 5ലും 4ലുമായിട്ടാണ്. രാഹു ജന്മരാശിയിലും 12ലും കേതു 6ലും 7ലും ഒക്കെ ആയിട്ടാണ് പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് നിൽക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ പ്രതീക്ഷിച്ച സഹായങ്ങളൊക്കെ കിട്ടണമെന്നില്ല. ശത്രു ആര് മിത്രമാര് എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടാകാം. പലപ്പോഴും സുഹൃത്ത് ബന്ധങ്ങൾക്കിടയിൽ വിള്ളലുകൾ സൃഷ്ടിക്കപ്പെട്ടേക്കാം. വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് വിദ്യാഭ്യാസ കാര്യത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും. ഉദ്യോഗാർത്ഥികളായിട്ടുള്ള പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് ജോലി കിട്ടാനുള്ള സാഹചര്യമുണ്ട്. മറ്റ് പരാധീനകൾക്കിടയിൽ പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണത്. കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ട സാഹചര്യങ്ങളും വന്നു ചേരാം. പ്രവാസികൾക്ക് തൊഴിൽ നിയമങ്ങൾ മൂലം ആശ്വാസകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. ഭൂമി വാങ്ങുവാനോ വീട് വയ്ക്കുവാനോ ഒക്കെ ശ്രമിക്കുന്ന പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് അല്പം നിരാശ ഉണ്ടായേക്കാം. ഇക്കാര്യത്തിൽ ഈ പുതുവർഷം കഴിഞ്ഞ് അല്പം കൂടി കാത്തിരിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളും വന്നേക്കാം. പ്രണയബന്ധത്തിലൊക്കെ ഉള്ളവർ അത് വീട്ടുകാരുടെ എതിർപ്പിനെ
നേരിടേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. മാതാപിതാക്കൾ ആലോചിച്ചുറപ്പിക്കുന്ന ജീവിത പങ്കാളിയെ കണ്ടെത്തി വിവാഹം നടത്താനുള്ള സാഹചര്യങ്ങളും ഏറെയാണ്. പൊതുവെ സാമ്പത്തിക സമ്മർദ്ദത്തിന് അല്പമെങ്കിലും അയവുണ്ടാകാനും സാധ്യതയുണ്ട്. ശനിക്കാലമാണ്. അതുകൊണ്ട് തന്നെ കഠിനമായി പരിശ്രമിക്കുക, സത്യസന്ധമായിട്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുക, അതിലൂടെ മികച്ച അനുഭവങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്ക് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ പുതുവർഷം എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. ആദ്യം നമുക്ക് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവത്തെ ഒന്ന് അവലോകനം ചെയ്യാം. വക്താ സുഖി പ്രജാവാൻ ജിതശത്രു ധാർമ്മികോ വിനീതശ്ച ലുബ്ധോ ഭോഗി ഗുണവാൻ ശാസ്ത്രജ്ഞസ്യാദ് ദ്വിതീയ ഭദ്രാക്ഷേ എന്നാണ്. അതായത് ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിക്കുന്നവർ നല്ലവണ്ണം സംസാരിക്കുന്നവരായിട്ടും സുഖവും നല്ല സന്താനപ്രാപ്തിയുള്ളവരായിട്ടും ശത്രുക്കളെ ജയിക്കുന്നവരായിട്ടും ധർമ്മിഷ്ഠരായിട്ടും നല്ല വിനയമുള്ളവരായിട്ടും പിശുക്കും ഭോഗസുഖവും നല്ല ഗുണങ്ങളും ശാസ്ത്ര വിഷയത്തിൽ അറിവുള്ളവരായും ഭവിക്കുമെന്നാണ്. ഇനി നമുക്ക് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് കൊല്ലവർഷം 1201 എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. ഉത്രട്ടാതി നക്ഷത്രം മീനക്കൂറിൽ വരുന്ന നക്ഷത്രമാണ്. ജന്മരാശിയിൽ ശനിയുണ്ട്, 12-ൽ രാഹുവും 6-ൽ കേതുവും വ്യാഴം 4-ലും 5-ലും ഒക്കെ ആയിട്ട് സഞ്ചരിക്കുന്നു. ജന്മശനിക്കാലമാണ് എന്നത് ഉത്രട്ടാതി നക്ഷത്രക്കാർ എല്ലായ്പ്പോഴും ഓർമ്മയിൽ വെക്കുക. തടസ്സങ്ങളൊക്കെ സഹജമായി അനുഭവിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാം. സ്വശക്തിയൊക്കെ ദുർബലപ്പെടാം. അകാരണമായിട്ടുള്ള ഭയങ്ങൾ പിടിപെടാനും സാഹചര്യമുണ്ട്. ഓരോരോ കാരണങ്ങൾ കണ്ടെത്തി ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഒഴിവുകഴിവ് പറയാനുള്ള സഹജ സ്വഭാവവും ഈ സമയത്തുണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ വലിയ മുതൽ മുടക്കുകൾക്ക് ഈ സമയം മുതിരാതിരിക്കുക. ഗാർഹിക അന്തരീക്ഷം പൊതുവെ മെച്ചപ്പെടുന്ന സമയമാണ്. കുടുംബാംഗങ്ങൾക്ക് പൊതുവെ നല്ല ക്ഷേമ ഐശ്വര്യങ്ങൾ വന്നെത്താം. മക്കളുടെ പഠിപ്പ് ഒക്കെ നല്ല അഭിവൃദ്ധി പ്രാപിക്കാം. ജോലിക്കായിട്ടുള്ള പരിശ്രമങ്ങളും പൊതുവെ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വിജയം കൈവരിക്കുന്നതാണ്. രോഗികളായിട്ടുള്ള ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ആരോഗ്യത്തിനായിട്ട് തുടർ ചികിത്സ ആവശ്യമായി വന്നേക്കാം. 12-ലെ രാഹു ചെലവുകൾ ഉയർത്തുന്നതാണ്. പാഴ്ചിലവുകളൊക്കെ നിയന്ത്രിക്കേണ്ടതായിട്ടും വന്നേക്കാം. പ്രവാസ ജീവിതം, അതായത് വിദേശ ജോലിക്കൊക്കെയുള്ള അനുകൂല സാഹചര്യങ്ങളും വന്നു ചേരാം. എന്നാൽ പ്രണയ ജീവിതം ഒക്കെ പ്രതിസന്ധി ഘട്ടത്തിലെത്തും. വീട് പണിയൊക്കെ ആരംഭിച്ചിട്ടുള്ളവർക്ക് അതൊക്കെ ഇഴഞ്ഞു പോകാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരാം. തടസ്സം കുറച്ചുനാൾ കൂടി തുടരുന്നതാണ്. ജന്മശനിക്കാലമാണ്. അതുകൊണ്ട് തന്നെ സത്യസന്ധമായി കാര്യങ്ങളെ അവലോകിക്കുക, കഠിന പരിശ്രമം നടത്തുക, വിജയങ്ങൾ നേടാനാകും. ഇപ്പോൾ നമുക്ക് രേവതി നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലത്തെ പരിശോധിക്കാം. ആദ്യം നമുക്ക് രേവതി നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവത്തെ ഒന്നറിയാം. സമ്പൂർണാംഗ സുഭഗോ വശഗഹ സ്ത്രീണാം ജനപ്രിയോ ധനവാൻ ശൂരഹ പ്രതാപ ബഹുലോ മാത്സര്യയുതശ്ച ഭവതി രേവത്യ. അതായത് രേവതി നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സമ്പൂർണ്ണ അവയവങ്ങൾക്കും പുഷ്ടിയും സുഭഗതയും ഉള്ളവരായിട്ടും എതിർലിംഗക്കാർക്ക് അധീനരായിട്ടും ജനങ്ങൾക്ക് ഇഷ്ടമുള്ളവരായും ധനവും ശൗര്യവും പ്രതാപവും മത്സര ബുദ്ധിയും ഉള്ളവരായി ഭവിക്കുമെന്നാണ്. ഇനി നമുക്ക് രേവതി നക്ഷത്രക്കാരുടെ കൊല്ലവർഷം 1201 സമ്പൂർണ്ണ പുതുവർഷ ഫലത്തിലേക്ക് കടക്കാം. രേവതി നക്ഷത്രം മീനക്കൂറിൽ വരുന്ന നക്ഷത്രമാണ്. 27 നക്ഷത്രങ്ങളിൽ അവസാനത്തെ നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാർക്കും 7 ശനി തുടരുകയാണ്. എല്ലാ മേഖലകളിലും ശക്തിക്ഷയമോ പരാജയമോ ഒക്കെ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ കരുതലെടുക്കേണ്ടതാണ്. കഠിന പരിശ്രമം ചെയ്യേണ്ടതാണ്. സാഹസ കൃത്യങ്ങൾക്ക് ഒരു കാരണവശാലും മുതിരാൻ പാടില്ല. സാമ്പത്തിക അച്ചടക്കം വളരെ കർശനമായി പാലിക്കേണ്ടതായിട്ടുണ്ട്. കൂട്ടുകെട്ടുകളിലൊക്കെ ജാഗ്രത പുലർത്തേണ്ടതുമാണ്. പുതിയ ജോലിക്ക് വേണ്ടി നിലവിലുള്ള ജോലി ഉപേക്ഷിച്ചൊക്കെ സ്വീകരിക്കുന്നതൊക്കെ വളരെ ആലോചിച്ച് വേണം ചെയ്യാനായിട്ട്. നിലവിലെ ബിസിനസ് അതേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. എന്നിരുന്നാലും അനാവശ്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ ഒഴിവാക്കി റിസ്ക് എടുത്തുള്ള എല്ലാ കാര്യങ്ങളും ഒഴിവാക്കുക. അതായത് ബിസിനസ് വിപുലീകരണത്തിന് വലിയ തോതിൽ പണം മുടക്കാതിരിക്കുക എന്നർത്ഥം. ഏജൻസി കമ്മീഷൻ ഏർപ്പാടുകളിലൊക്കെ ഏർപ്പെടുന്നവർക്ക് ഗുണകരമായിട്ടുള്ള വർഷമാണ്. വീട് നിർമ്മാണമൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. മക്കളുടെയൊക്കെ നിർബന്ധങ്ങൾക്ക് വഴങ്ങി വാഹനങ്ങളൊക്കെ വാങ്ങി നൽകേണ്ട സാഹചര്യങ്ങളും വന്നേക്കാം. പ്രേമകാര്യങ്ങളിലുള്ള രേവതി നക്ഷത്രക്കാർക്ക് കുടുംബാംഗങ്ങളുടെ എതിർപ്പുകളൊക്കെ നേരിടേണ്ടി വന്നേക്കാം.
ബന്ധങ്ങളുടെ ശൈഥില്യമൊക്കെ മനസ്സിനെ ബാധിക്കുന്ന അവസ്ഥയും വന്നേക്കാം. അതുകൊണ്ടൊക്കെ തന്നെ ആത്മീയമായിട്ടുള്ള സാധനങ്ങൾ മുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. കൂടാതെ അപരിചിതരുമായിട്ടുള്ള ദീർഘയാത്രകളും ബന്ധങ്ങളും ഒക്കെ ഒഴിവാക്കുക. ഏഴരശനി കാലമായതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് കഠിന പരിശ്രമം ചെയ്ത് മുന്നോട്ട് പോകുക. സത്യസന്ധമായി ജീവിതം മുന്നോട്ട് നയിക്കുക. വിജയം നേടാൻ സാധിക്കും. രേവതി നക്ഷത്രം അറിയേണ്ടതെല്ലാം എന്നുള്ള 2 ഭാഗങ്ങളിലായി നൽകിയിട്ടുള്ള എന്റെ വീഡിയോ കാണുക. അത് നിങ്ങൾക്ക് നക്ഷത്രത്തെക്കുറിച്ച് വളരെ നല്ല അറിവ് പകരും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസങ്ങളിൽ നമുക്ക് മറ്റു നല്ല വിഷയങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.